ദൈവസന്നിധിയിൽ ഈ പ്രിയ ഭവനത്തിൽ കടന്നു വന്ന് കർത്താവിനെ സ്തുതിപ്പാൻ നമ്മളെല്ലാവരെയും ദൈവം കൂട്ടിവരുത്തിയതിനാൽ കർത്താവിനെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടി വരുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. മറ്റാര് വന്നാലും വന്നില്ലെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ കർത്താവ് വന്നു എന്നുള്ളതാണ്. സ്തോത്രം. നമ്മുടെ കർത്താവ് ഒരിക്കലും ഒരിടത്തും വെറുതെ പോകത്തില്ല. കർത്താവ് പോകുന്നതിനെല്ലാം ഒരു പേർപ്പസ് ഉണ്ട്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ കർത്താവ് 3.5 വർഷം ഗലീലയിൽ പലസ്തീൻ നാട്ടിൽ കർത്താവ് സ്തോത്രം ശുശ്രൂഷിച്ചപ്പോൾ കർത്താവ് ഒരു ബൈബിൾ കോളേജ് ഇട്ട് അവിടെ വരുന്നവരടുത്തെല്ലാം വചനം പറഞ്ഞ് അങ്ങനെ ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ലായിരുന്നു. കർത്താവ് പലസ്തീൻ നാട് മുഴുവനും കർത്താവ് നടന്ന് സഞ്ചരിച്ച് കർത്താവ് ഓരോ ഇടങ്ങളിലും പോയി. കർത്താവ് പോയത് സ്തോത്രം വെറുതെ പോയതല്ല. രാത്രി മുഴുവനും കർത്താവ് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് കിട്ടുന്ന ഗൈഡൻസിലാണ് കർത്താവ് പോകുന്നത്. ഇന്നിവിടെ ഇങ്ങനൊരു യോഗം ക്രമീകരിപ്പാൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ്. അത് വെറുതെ ഒരു ആക്സിഡൻ്റലി അങ്ങനെ ഒരു യോഗം ഇവിടെ ക്രമീകരിക്കപ്പെട്ടതല്ല. സ്തോത്രം. ഈ ഭവനത്തോടുള്ള വെളിച്ചത്തിൽ, ഇന്ന് കൂടി വന്നിരിക്കുന്നവരോടുള്ള വെളിച്ചത്തിൽ കർത്താവിന് സ്തോത്രം ചില പർപ്പസ് ഉണ്ട്. നമ്മളെല്ലാവരും കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധികളിലും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഓരോ സമയങ്ങളിലും നമുക്ക് തോന്നും എൻ്റെ ജീവിതത്തിനൊരു അർത്ഥമില്ല. സ്തോത്രം. എൻ്റെ ലൈഫ് ഇങ്ങനെ, ഞാൻ മാത്രം എന്താ ഇങ്ങനെ ആയിത്തീരുന്നത്, എൻ്റെ ലൈഫ് മാത്രം എന്താ. സ്തോത്രം. നമ്മൾ പ്രതീക്ഷ പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തപ്പോൾ നമുക്ക് ചിലപ്പം നിരാശ ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം നമുക്ക് ചിലപ്പം പല ക്വസ്റ്റ്യൻസ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിലാണെങ്കിലും ഒരു പ്രതികൂലം ഒഴിഞ്ഞുള്ളൊരു ജീവിതമല്ല. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ട്. എന്നാൽ ഒരു ഭക്തൻ ആ പ്രോബ്ലം അഭിമുഖീകരിക്കുന്നത് ഒറ്റയ്ക്കല്ല. കർത്താവും കൂടെയാണ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം കടന്നു വരുമ്പോൾ, പ്രയാസം കടന്നു വരുമ്പോൾ നമ്മൾ തന്നെ അത് ചുമക്കേണ്ട ആവശ്യമില്ല. കർത്താവിന്റെ വചനം പറയുന്നു, സങ്കീർത്തനം 55:22, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മുടെ പുലർത്തുവാൻ മതിയായ ദൈവമാണ്. ആ കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കും. നമ്മളിങ്ങനെ ഒരു പാട്ടുണ്ട്, പഴയ പാട്ടാണ്. സ്തോത്രം. യേശുവേ നീ കൂടെ ഉണ്ടെങ്കിൽ, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ സ്തോത്രം നമുക്ക് പിന്നെ ഒന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മുടെ ഓഫീസ് മേഖലയിലായിരിക്കാം, നമ്മുടെ ശാരീരിക മേഖലയായിരിക്കാം, മാനസികമായിരിക്കാം, പല വിധത്തിലുള്ള പ്രതിസന്ധി കൂടെ, പിരിമുറുക്കത്തിൽ കൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാത്തിനും വ്യത്യാസം. സ്തോത്രം. അത് പീച്ചിലുള്ള ഒരു ദേവദാസൻ, നേരത്തെ കുവൈറ്റിലിരുന്ന ഒരു ബ്രദറിൽ കൂടുന്ന ഒരു ദേവദാസനാണ്. അദ്ദേഹം എഴുതിയൊരു പാട്ടാണ്, യേശുവേ നീ കൂടെ ഉണ്ടെങ്കിൽ. സ്തോത്ര. പാട്ട് അറിയാന്നുള്ളവർ കൂടെ പാടുക. അറിയാലോ. കൂടെ പാടുക. സ്തോത്രം. അതിനകത്തുള്ള ആ വരികളിൽ കൂടെ സ്തോത്രം ദൈവം നമ്മോട് സംസാരിക്കും. യേശുവേ നീ കൂടവേ ഉണ്ടെന്നാകില്ല എനിക്ക്, ഇല്ലോരു ചഞ്ചലവും സാധുവിനെന്നും മണ്ണിൽ. യേശുവേ നീ കൂടവേ ഉണ്ടെന്നാകില്ല എനിക്ക്, ഇല്ലോരു ചഞ്ചലവും സാധുവിനെന്നും മണ്ണിൽ. നീ കൂടെ ഉണ്ടെന്നാകിൽ, നീ കൂടെ ഉണ്ടെന്നാകിൽ, നീ കൂടെ ഉണ്ടെന്നാകിൽ, ഇല്ലോരു ചഞ്ചലവും. ചേർന്ന് പാടാം. നീ കൂടെ ഉണ്ടെന്നാകിൽ, നീ കൂടെ ഉണ്ടെന്നാകിൽ, നീ കൂടെ ഉണ്ടെന്നാകിൽ, ഇല്ലോരു ചഞ്ചലവും. ഭാരങ്ങൾ പാരിതിങ്കൽ ഏറിയിടുന്ന നേരവും, രോഗങ്ങൾ ഓരോന്നായി വന്നിടും നേരത്തിലും, ഭാരങ്ങൾ പാരിതിങ്കൽ ഏറിയിടുന്ന നേരവും, രോഗങ്ങൾ ഓരോന്നായി വന്നിടും നേരത്തിലും. ഓ നീ കൂടെ ഉണ്ടെന്നാകിൽ, നീ കൂടെ ഉണ്ടെന്നാകിൽ, നീ കൂടെ ഉണ്ടെന്നാകിൽ, ഇല്ലോരു ചഞ്ചലവും. നീ കൂടെ ഉണ്ടെന്നാകിൽ, നീ കൂടെ ഉണ്ടെന്നാകിൽ, നീ കൂടെ ഉണ്ടെന്നാകിൽ,
ഇല്ലോരു ചഞ്ചലവും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനെ കുറിച്ച് നമുക്ക് ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് തുറന്ന മനസ്സോടുകൂടെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കാം. ദൈവത്തിന്റെ ദാസന്മാര് സ്തോത്രം ഇൻട്രൊഡക്ഷനായിട്ട് പല കാര്യങ്ങൾ അവർ പറഞ്ഞു. നമ്മുടെ ഹൃദയത്തെ ഒരുക്കിയെടുക്കുമായിരുന്നു. സ്തോത്രം ഒരുക്കിയെടുത്ത നിലത്തില് സ്തോത്രം നമ്മൾ വിത്ത് വിതയ്ക്കുമ്പോൾ അതിനാണ് ഫലം കൊടുക്കുവാൻ കഴിയുന്നത്. ഒരുക്കമുള്ള ഹൃദയത്തോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സ്തോത്രം. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്ക് നമ്മുടെ കർത്താവിന്റെ ഡിവൈൻ കോളിംഗ്, ദ ഡിവൈൻ കോളിംഗ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് നമ്മളെ വിളിക്കുന്ന വിശുദ്ധ വിളി. സ്തോത്രം. അതിനെക്കുറിച്ച് നമുക്ക് അതിന് ആധാരമായിട്ടൊരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ശബ്ദമുയർത്തി ക്ലിയർ ആയിട്ട് ഒരാൾക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 1-ന്റെ-1-ാം വാക്യം. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്റ്റനേസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് ക്രിസ്തുയേശുവിൽ വിശദീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരുടെ കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായുള്ളവർക്ക് തന്നെ എഴുതുന്നത് മതി. അവിടെ നമ്മൾ രണ്ട് വാക്ക് നമ്മൾ വായിച്ചു. അതായത് വിളിക്കപ്പെട്ട, അപ്പോസ്തലനായിട്ട് വിളിക്കപ്പെട്ട, പിന്നെ വിളിക്കപ്പെട്ട ഏവർക്കും. അതായത് നമ്മൾ ആരും വെറുതെ ഇവിടെ വന്നതല്ല, ദൈവം നമ്മളെ വിളിച്ചിട്ട് വന്നതാണ്. സ്തോത്രം. ദൈവം നമ്മളെ വിളിച്ചിട്ട് വന്നു. ഇന്നത്തെ മീറ്റിങ്ങിനാണെങ്കിലും സന്തോഷ് പേരും ജോഷി പേരും എല്ലാവരും ഇൻവൈറ്റ് ചെയ്തു. ഞാനും ഇവിടെ കടന്നു വരുവാൻ ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് കുടുംബമായിട്ട് കടന്നു വരാൻ ഉണ്ടായ സാഹചര്യം. സന്തോഷ് രാവിലെ വിളിച്ചു, ജോഷി രാവിലെ വിളിച്ചു. വിളിച്ചപ്പോൾ ആ വിളി നമ്മൾ റെസ്പോണ്ട് ചെയ്തു. വിളിച്ചപ്പോൾ വേണമെങ്കിൽ നമുക്ക് റിജക്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ആ വിളിയിൽ റെസ്പോണ്ട് ചെയ്തപ്പം നമ്മൾ ആ വിളിയുടെ അകത്ത് വന്നു. സ്തോത്രം. കർത്താവ് നമ്മളെ വിളിച്ചെന്നുള്ളത് സത്യമാണ്. പക്ഷെ എത്ര പേര് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്? സ്തോത്രം. വിളിക്കുന്ന ഒത്തിരി പേര് വിളി കേൾക്കുന്നുണ്ട്, പക്ഷെ ആ വിളിക്ക് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. വിളി കേൾക്കുന്നു എന്നുള്ളതിലല്ല, വിളി അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യണം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ, നമുക്കറിയാം പൗലോസ് സുവിശേഷത്തിന് ഏറ്റവും വിരോധമായിട്ട് നടന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു പരീശനായിരുന്നു. അദ്ദേഹം വളരെ ജ്ഞാനിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ സുവിശേഷം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ യേശുക്രിസ്തു എന്ന് പറയുമ്പോഴത്തേനും അദ്ദേഹം നേരെ വിപരീതമായിരുന്നു. കാരണം താൻ ചിന്തിച്ചിരുന്ന ആ യഹൂദ മതമാണ് യഥാർത്ഥത്തിലുള്ള മതം. ആ ജൂഡായിസത്തിന് വേണ്ടിയിട്ട് തൻ്റെ ജീവൻ കളയാൻ വേണ്ടി വരെ താൻ റെഡി ആയിട്ടുള്ളൊരു വളരെ തീഷ്ണതയുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹം ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് കർത്താവ് തന്നെ വിളിച്ചു. ശൗലേ ശൗലേ എന്നുള്ളൊരു വിളി, തൻ്റെ പേര് ചൊല്ലി കർത്താവ് തന്നെ വിളിച്ചു. അതുവരെ താൻ ഏത് ഡയറക്ഷനിലോട്ട് ചലിച്ചുകൊണ്ടിരുന്നോ ആ വിളിയുടെ മുമ്പിൽ താൻ സറണ്ടർ ചെയ്തു. ലോകത്ത് ഒരു മനുഷ്യനും തന്നെ വിളിച്ചു കഴിഞ്ഞാൽ, അനേകർ തന്നെ വിളിച്ചിട്ടുണ്ട്. ശൗലേ എന്നുള്ള തൻ്റെ പേര് തൻ്റെ പിതാവ് വിളിച്ചിട്ടുണ്ട്, തൻ്റെ മാതാവ് വിളിച്ചിട്ടുണ്ട്, തൻ്റെ സഹോദരങ്ങൾ വിളിച്ചിട്ടുണ്ട്, താൻ ഇടപെട്ടിട്ടുള്ള പല വ്യക്തികളും തന്നെ തൻ്റെ പേര് വിളിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും വരുത്താത്ത ഒരു രൂപാന്തരം, അല്ലെങ്കിൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ചിട്ട് ശൗലേ ശൗലേ എന്നുള്ള വിളിയിൽ ശൗലിന് ഒരു മാറ്റം ഉണ്ടാക്കുവാനായിട്ട്, ഒരു വലിയ മാനസാന്തരത്തിലോട്ട് ആ വിളി, ആ പേര് സ്തോത്രം പൗലോസിനെ അല്ലെങ്കിൽ ശൗലിനെ വിളിച്ച ആ വിളിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് രാത്രി ദൈവം നമ്മുടെ പേര് അറിയുന്നുണ്ട്. ഹി നോസ് മൈ നെയിം എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ ഒരു പാട്ടുണ്ട്. കർത്താവിന് നമ്മുടെ പേര് മാത്രമല്ല അറിയാന്നുള്ള, നമ്മുടെ സാഹചര്യം അറിയാം, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാം, നമ്മുടെ ഫ്യൂച്ചർ അറിയാം, നമ്മൾ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥ അറിയാം. ഇങ്ങനെ എല്ലാം അറിയാന്നുള്ള കർത്താവ് നമ്മളെ വിളിക്കുവാണ്. ഹല്ലേലൂയ. സ്തോത്രം. മകനെ മകളെ ആമേൻ എന്നുള്ള പേര് സ്തോത്രം. ആമേൻ നമ്മുടെ ചെവിയിൽ കർത്താവ് മന്ദമായിട്ട് സ്തോത്രം ആ ശബ്ദം നമുക്ക് ശ്രവിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി ആ വിളിയുടെ മുമ്പാകെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. ആമേൻ പൗലോസ് ആ വിളിയുടെ മുമ്പാകെ റെസ്പോണ്ട് ചെയ്തപ്പോ പൗലോസ് തന്നെ പറയുന്നുണ്ട്, തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോൾ പറയുന്നു, മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. മുമ്പേ പൗലോസിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അവൻ ദൂഷകനായിരുന്നു, നിഷ്ഠൂരനായിരുന്നു. പൗലോസ് എന്ന് പറഞ്ഞാൽ വളരെ തീഷ്ണതയോടെ ക്രിസ്ത്യാനികളെ അനേകരെ മുടിച്ചു, അനേക ദൈവസഭകളെ മുടിച്ചു കളഞ്ഞവൻ, അനേകരെ അറസ്റ്റ് ചെയ്തവൻ. ദമസ്കോസിലും പോയിട്ട് ഈ മാർഗത്തിലുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അധികാരപത്രവുമായിട്ട് പോയ അത്രയും തീഷ്ണതയോടെ നിന്ന പൗലോസ് അദ്ദേഹം തന്നെത്താൻ തന്നെ സാക്ഷി പറയുകയാണ്, മുമ്പേ ഞാൻ ദൂഷകനായിരുന്നു, മുമ്പേ ഞാൻ നിഷ്ഠൂരനായിരുന്നു, മുമ്പേ ഞാൻ ഉപദ്രവിയായിരുന്നു. എന്നാൽ സ്തോത്രം പൗലോസ് തന്നെ പറയുവാണ്, എന്നെ ഹല്ലേലൂയ കർത്താവ് സ്തോത്രം ഈ ഉപദേശത്തിന് വേണ്ടി പ്രസംഗിയാക്കി നിർത്തിയിരിക്കുകയാണ്. ദ പ്രോസിക്യൂട്ടർ ബിക്കേം ദ പ്രീച്ചർ. ഹല്ലേലൂയ. അവൻ നേരത്തെ ഭയങ്കരമായിട്ട് പെർസിക്യൂഷൻ ചെയ്ത പെർസിക്യൂട്ടർ ബിക്കേം ദ പ്രീച്ചർ. അവൻ പെർസിക്യൂഷൻ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. ക്രിസ്ത്യാനിത്വത്തെ മുടിച്ചു കളഞ്ഞ വ്യക്തിയാണ്. വ്യക്തിപരമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം സ്തോത്രം ഷിബുവർ പറഞ്ഞല്ലോ, നേരത്തെ മർത്തോമ
യോശുവ നിന്നപ്പം സ്നാനത്തിനെ ഏറ്റവും അധികം ഖണ്ഡിച്ച വ്യക്തിയാണ്. സ്തോത്രം. സ്നാനത്തിന് വിപരീതമായിട്ട് നിന്ന വ്യക്തിയാണ്. എന്നാൽ സ്തോത്രം തന്നെ കർത്താവ് അറസ്റ്റ് ചെയ്തു. ഹല്ലേലൂയ. വചനത്താൽ തന്നെ കർത്താവ് അറസ്റ്റ് ചെയ്തു. തനിക്ക് ആ ഇടം വലം തിരിയാൻ പറ്റാതെ വചനത്തിന്റെ സത്യം വെളിപ്പെട്ട് കിട്ടിയപ്പോൾ താൻ സറണ്ടർ ചെയ്തു. നമ്മുടെ എല്ലാവരുടെയും സാക്ഷ്യം ഇത് തന്നെയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ സ്തോത്രം വചനത്തിന് മുമ്പാകെ നമ്മൾ സറണ്ടർ ചെയ്യണം. ഹല്ലേലൂയ. ആരിവിടെ പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല, ആരുടെ വചനമാണ് ഇവിടെ ഘോഷിക്കപ്പെടുന്നത്, ദൈവത്തിന്റെ ശബ്ദമാണ് ഇവിടെ മുഴങ്ങുന്നത്. സ്തോത്രം. ദൈവം ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരെയും വിളിക്കുകയാണ്. സങ്കീർത്തനം 50 ഇങ്ങനെ ഒരു വാക്യമുണ്ട്. 50-ാം സങ്കീർത്തനം ആരംഭത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, സൂര്യന്റെ ഉദയം മുതൽ സൂര്യന്റെ അസ്തമയം വരെ ദൈവം മനുഷ്യനെ വിളിക്കുകയാണ്. സ്തോത്രം. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ എത്ര സൂര്യോദയം നമ്മൾ കണ്ടിട്ടുള്ളവരാണ്. ഹല്ലേലൂയ. നമ്മുടെ ആയുസ് നീളുന്തോറും ഓരോ സൂര്യോദയം ഹല്ലേലൂയ ദൈവം നമുക്ക് തരുമ്പോൾ അതിന്റെ അർത്ഥം ഹല്ലേലൂയ പ്രഭാതത്തിൽ തന്നെ നമ്മൾ ചിന്തിക്കണം, കർത്താവേ നീ എന്നെ വിളിച്ചു, നിന്റെ വിളിക്ക് ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഒരു നിമിഷം ഒന്ന് സ്വയശോധന ചെയ്താട്ടെ. കർത്താവ് എത്ര പ്രാവശ്യം നമ്മളെ വിളിച്ചു, എത്ര പ്രാവശ്യം നമ്മളെ വിളിച്ചു. ഹല്ലേലൂയ. ഓരോ ചാൻസ് നമുക്ക് തരുക, ഓരോ ചാൻസ് നമുക്ക് തരുക. ഹല്ലേലൂയ. നമ്മൾ എപ്രകാരമാണ് ആ വിളിക്ക് റെസ്പോണ്ട് ചെയ്തത്? ഹല്ലേലൂയ. ആ വിളിക്ക് നമ്മൾ എപ്രകാരം നമ്മൾ റെസ്പോണ്ട് ചെയ്തു? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്ഥലമുണ്ട്, മുന്നോട്ട് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് പൗലോസിനെ കർത്താവ് വിളിച്ചത് ഒരു അപ്പോസ്തലനായിട്ടാണ് വിളിച്ചത്. നമ്മളെ കർത്താവ് ഓരോരുത്തരെ വിളിച്ചിരിക്കുന്ന വിളിയുടെ പുറകിൽ ഒരു പർപ്പസ് ഉണ്ട്. കർത്താവ് സ്തോത്രം ഒരാളെ അപ്പോസ്തലനായിട്ട് വിളിച്ചു. എനിക്ക് പൗലോസിന് അത്രയും കൃപയൊന്നുമില്ല, ഞാൻ സാധാരണ ഒരു വ്യക്തിയാന്ന് പറഞ്ഞ് നമുക്ക് ആർക്കും മാറിയിരിക്കാൻ പറ്റത്തില്ല. ഓരോരുത്തരെയും വിളിച്ച വിളിയുടെ പുറകില് കർത്താവിന് ഒരു പർപ്പസ് ഉണ്ട്. നമ്മുടെ ഓഫീസിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേനും ഓരോരുത്തരും പല തസ്തികയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരാൾ മാനേജർ ആയിരിക്കാം, ഒരാൾ അതിന്റെ ലോവർ സ്കെയിലായിരിക്കാം, ഒരാൾ ചിലപ്പം വേറെ ഏതെങ്കിലും തസ്തികയിലായിരിക്കാം, വേറെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലായിരിക്കാം. എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിവിടെ ഞാനൊരു മാനേജർ അല്ലാത്തതുകൊണ്ട് എനിക്കൊന്നും വർക്ക് ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് ആർക്കും മാറിയിരിക്കാൻ അവകാശമില്ല. നമുക്ക് എല്ലാവർക്കും ഒരു ഫംഗ്ഷൻ ഉണ്ട്. സ്തോത്രം. ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒരു പർപ്പസ് ഉണ്ട്. ഇന്ന് രാത്രി നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, കർത്താവ് നീ എന്നെ വിളിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? കർത്താവ് ആരും വെറുതെ വിളിച്ചിട്ടില്ല. മീൻ പിടിച്ചോണ്ട് നിന്ന ഹല്ലേലൂയ പത്രോസിനെ വിളിച്ചിട്ട് കർത്താവ് പറയുവാണ്, നീ എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. അപ്പം പത്രോസിനെ കർത്താവ് വിളിച്ചതിന്റെ ഉള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ പിടിക്കുക, അതായത് ആത്മാക്കളെ നേടുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് പത്രോസിനെ കർത്താവ് വിളിച്ചത്. സെബദി മക്കൾ കർത്താവ് ഇങ്ങനെ കടൽക്കരയിൽ കൂടെ നടന്നു പോകുമ്പോൾ കർത്താവ് യാക്കോബും യോഹന്നാനും കൂടെ അവിടെ സ്തോത്രം വല നന്നാക്കുന്ന കണ്ടു. ഉടനെ കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ഒരു കോളിംഗ് അവർക്ക് കിട്ടി, ഒരു വിളി അവരുടെ ചെവി കേൾക്കുവാണ്. സ്തോത്രം. അതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരു സ്പെഷ്യൽ കോളിങ്, അതുവരെ ആരും പറഞ്ഞിട്ടില്ല, എന്നെ അനുഗമിക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ആദ്യമായിട്ട് അവരുടെ ചെവിയിൽ കേട്ട ഒരു കാര്യമാണ് എന്നെ അനുഗമിക്കുക. ഉടനെ അവർ വലയെല്ലാം വിട്ടേച്ച് സ്തോത്രം യേശു കർത്താവിനെ അനുഗമിക്കുക. സ്തോത്രം. പിന്നെയും കർത്താവ് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഇതുണ്ട്. പിന്നെയും തുടർന്ന് വായിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 1-ഉം 2-ഉം അധ്യായങ്ങളായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ലേവി, അതായത് മത്തായി സുവിശേഷം എഴുതിയ മത്തായി അല്ലെങ്കിൽ ലേവി ചുങ്കസ്ഥലത്തിരിക്കും. അദ്ദേഹം ഒരു ചുങ്കക്കാരനായിരുന്നു, അദ്ദേഹം ഒരു ടാക്സ് കളക്ടർ ആയിരുന്നു. ടാക്സ് പിരിച്ചുകൊണ്ട് താൻ ഇങ്ങനെ തന്റെ ജോലിയിലായിരിക്കുമ്പോൾ കർത്താവ് അതുവഴി വന്നിട്ട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഫോളോ മീ. ഉടനെ നമ്മളാണെങ്കിൽ എന്തോ ചെയ്യും? ഈ പൈസ എല്ലാം കണക്കെല്ലാം നോക്കി കണക്കെല്ലാം നമ്മൾ ഏൽപ്പിച്ചിട്ട് ഉത്തരവാദിത്തോടെ നമ്മൾ പോകും. നമ്മളിപ്പോ ജോലിയിലായിരിക്കുമ്പം നമ്മളിപ്പോ ദൈവശബ്ദം കേൾക്കും, നീ എന്നെ അനുഗമിക്കുക. നമ്മൾ എന്തോ ചെയ്യും? ജോലി ഉടനെ റിസൈൻ ചെയ്തിട്ട് നമ്മൾ പോകും. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. നമുക്ക് ഇവിടെ വായിച്ചു വരുമ്പോൾ എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ അന്ന് അവരുടെ ആകെയുള്ള ഒരു തൊഴിലെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാവുന്നുള്ളൊരു തൊഴിൽ മീൻപിടുത്തുക. ആ മീൻപിടുത്തം ചെയ്തിട്ട് വലിയ റിച്ച് ഒന്നുമല്ല, അവരെല്ലാം വളരെ പോവർട്ടിയിൽ ജീവിക്കുന്ന അന്നത്തെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ റോമൻ കോളനി അവരെല്ലാം. ബ്രിട്ടീഷുകാർ നമ്മളൊന്ന് ഇന്ത്യയെ ഭരിച്ചപ്പം നമുക്ക് വലിയ ഫ്രീഡം ഒന്നും ഇല്ലായിരുന്നു, നമുക്ക് വലിയ റിച്ച് ഒന്നും അല്ലായിരുന്നു. അവരെല്ലാം ലൂട്ട് ചെയ്തുകൊണ്ട് പോയി നമ്മുടെ അടുത്ത് നിന്ന്. അതുപോലെ റോമൻ കോളനി ആയിരിക്കുമ്പോൾ ആ റോമൻ കോളനിയിൽ വലിയ ഫ്രീഡം ഒന്നും അവർക്കില്ല, വലിയ സമ്പത്തും ഇല്ല. അന്നത്തോളവരെല്ലാം വളരെ ദാരിദ്ര്യത്തിൽ കൂടെ പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഒരു അപ്പത്തിന് വേണ്ടി യേശു കർത്താവിന്റെ പുറകെ അവർ ഫോളോ ചെയ്യാൻ 3 ദിവസം അവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. അത് കഴിഞ്ഞിട്ട് കർത്താവ് അവരെ സ്തോത്രം അപ്പം കൊടുത്ത് പോഷിപ്പിച്ച് അവരെ വിടുന്നത് അതിനുപോലും വളരെ ഞെരുക്കമുള്ള ഒരു സമയമാണ്. അപ്പൊ പത്രോസ് വളരെ ഞെരുങ്ങിയ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് കർത്താവ് പറയുക, നീ എന്റെ തൊഴിലെല്ലാം വിട്ടേച്ച് നീ എന്നെ ഫോളോ ചെയ്യും. ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. ആ കോളിനെ റെസ്പോണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ആ കോളിങ്ങിന്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യും. കർത്താവിന്റെ വിളിക്ക് നമുക്ക് റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരാണ് നമ്മളെ വിളിക്കുന്നെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ആ ബോധ്യം വന്നു കഴിഞ്ഞാൽ അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ ദൈവം പറയുകയാണ്, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ, അബ്രഹാം അതുവരെ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല. ആ തേജോമനായ ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുകയാണ്, അബ്രഹാമെ നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട്
പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തോട്ട് പോവുക. ഇങ്ങനൊരു കോളിങ് അബ്രഹാമിന് പകരം നമ്മളെ റീപ്ലേസ് ചെയ്യുക. നമ്മളാണ് ഉൽപ്പത്തി ദിവസം 12-ാം അധ്യായത്തിൽ അബ്രഹാം ആണെങ്കിൽ എന്ത് ചെയ്തേനെ? എനിക്ക് തോന്നിയതായിരിക്കും ഇതെന്തോ ഒരു അശരീരിയ, എന്തോ എനിക്കൊരു തോന്നിയതാ, അല്ലെങ്കിൽ ഇതെല്ലാം എൻ്റെ ഒരു സ്വപ്നമായിരിക്കാം. നമ്മൾ ഇതൊരു ഇമാജിനേഷനാന്ന് പറഞ്ഞ് നമ്മളത് വിട്ടുകളയും. പക്ഷെ അബ്രഹാം ആ കോളിങ്ങിന് റെസ്പോണ്ട് ചെയ്തു. അന്നൊരു ബൈബിൾ ഇല്ല, തിരുവചനം ഇല്ല, ഒരു പ്രവാചകനില്ല, ഒരു പാസ്റ്റർ ഇല്ല, ഒരു ഉപദേശിയില്ല, ആരുമില്ല. അബ്രഹാം ഒരു ശബ്ദം ഇങ്ങനെ കേട്ടു ഒരു ദിവസം ഇരിക്കുമ്പോൾ, നീ എന്നെ ഇതെല്ലാം വിട്ടിട്ട് ചുമ്മാ എല്ലാവരും കൂടെ കൊണ്ടുപോകാനല്ല പറഞ്ഞിരിക്കുന്നത്, എല്ലാവരും വിട്ടിട്ട് നീ പുറപ്പെടുക. അത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ അബ്രഹാം ആ കോളിന് റെസ്പോണ്ട് ചെയ്തു. അബ്രഹാം വളരെ റിസ്കി ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് എടുത്തു. എന്തുവാണ് ഇനി മുന്നോട്ടുള്ളതെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ആരാ വിളിച്ച, ഇതൊരു സാധാരണ ഞാൻ കേട്ടിട്ടുള്ളൊരു വിളിയല്ല. ഈ വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സൃഷ്ടിച്ച എൻ്റെ സൃഷ്ടാവിൻ്റെ വിളിയാണെന്നുള്ളൊരു ബോധ്യം അബ്രഹാമിന് കിട്ടി. ഇന്ന് രാത്രി ആ ദൈവം തന്നെ ഇന്ന് രാത്രി സഹോദരന്മാരെ നമ്മളെയും വിളിക്കുന്നുണ്ട്. സ്തോത്രം, നമ്മളെയും വിളിക്കുന്നുണ്ട്. കുഞ്ഞെ, നീ എൻ്റെ പിന്നാലെ വരാൻ തയ്യാറാണോ? അവൻ നിന്റെ ചർച്ചക്കാരൻ നീ നോക്കേണ്ട, നിന്റെ സഹോദരങ്ങളെ നീ നോക്കേണ്ട. പൗലോസ് അപ്പോസ്തലൻ തന്നെ ഗലാത്യ ലേഖനം വാക്യം വായിക്കാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ സ്തോത്രം പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, തനിക്ക് ആ കോളിംഗ് കിട്ടിയപ്പോഴത്തേനും താൻ പിന്നെ ഒന്നും നോക്കിയില്ല. സ്തോത്രം ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ 16 മുതൽ 15 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങി പോരുകയും ചെയ്തു. മതി, താങ്ക് യു. അപ്പൊ ഇവിടെ പൗലോസ് അപ്പോസ്തലന് അദ്ദേഹം യേശു കർത്താവ് ദമസ്കോസിൽ വെച്ച് ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് തനിക്ക് വെളിപ്പെട്ടു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നു ഉള്ള ശബ്ദത്തോടുകൂടെ തന്നെ മാനസാന്തരത്തിലോട്ട് നയിച്ചു. താൻ മാനസാന്തരപ്പെട്ടു. അതിന്റെ 3-ാമത്തെ ദിവസം താൻ സ്നാനപ്പെട്ടു. അതിനുശേഷം ഇനി എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്തോത്രം പൗലോസിന് പിന്നെ തുടർമാനമായിട്ട് തനിക്ക് ദൈവത്തിന്റെ ഗൈഡൻസ് കിട്ടുവാണ്. അപ്പൊ ഈ സുവിശേഷം ജാതിയുടെ ഇടയിൽ അറിയിക്കണമെന്നുള്ള ഒരു മെസ്സേജ് കിട്ടി. അത് ആരാ പറഞ്ഞെന്ന് പറഞ്ഞാൽ അനന്യാസാ പറയുന്നത്. ആക്ട്സ് ചാപ്റ്റർ 9:15 നമ്മൾ വായിക്കുന്നുണ്ട്. അനന്യാസിന്റെ അടുത്ത് കർത്താവ് പറയുക, ശൗൽ അവിടെ ബ്ലൈൻഡ് ആയിട്ടിരിക്കുക, നീ പോയിട്ട് അവന്റെ മേൽ കൈവച്ച് നീ പ്രാർത്ഥിക്കണം. അപ്പൊ അനന്യാസ് പറഞ്ഞു, കർത്താവേ, ശൗലോ അവൻ ഇത്രയും പേരെ ഇവിടെയും എല്ലാവരെയും മുടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവനാ, അവന് വേണ്ടി ഞാൻ എങ്ങനെയാ പോയി പ്രാർത്ഥിക്കുന്നത്? കർത്താവ് 9:15 പറയുകയാണ്, നീ പോക, ഞാൻ അവനെ ജാതികളുടെ ഇടയിൽ, രാജാക്കന്മാരുടെ ഇടയിൽ സുവിശേഷം വഹിപ്പാനായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരു പാത്രമാ, അതുകൊണ്ട് നീ പോക. സ്തോത്രം, അങ്ങനെ അനോയിന്റ് ചെയ്ത് ആ ഒരു നിയോഗത്തോടെ അനന്യാസ് പോയി പ്രാർത്ഥിച്ച് പൗലോസിന്റെ കണ്ണിലെ തിമിരം മാറി. പൗലോസ് അതിനുശേഷം ആത്മപൂർണനായി സ്നാനമെടുത്ത് തുടർന്ന് കർത്താവ് അദ്ദേഹം പിന്നെ സാക്ഷി പറയുവാണ്, സ്തോത്രം, കർത്താവിനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ പിന്നെ ആരോടും ആലോചിച്ചില്ല, മാംസരക്തം കൊണ്ട് ഞാൻ ആലോചിച്ചില്ല. സ്തോത്രം, എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരുടെ അടുക്കൽ ആരുടെ പോയി ഞാൻ കൺസൾട്ട് ചെയ്തില്ല. കാരണം ദൈവമാണ് തന്നെ വിളിക്കുന്നതിനുള്ള ബോധ്യം ഉണ്ടായപ്പോൾ പൗലോസ് പിന്നെ ആരെയും കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ കേസ് നിങ്ങളൊന്ന് അതിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് ചിന്തിക്കുക. പൗലോസ് ഈ ശബ്ദം ഉണ്ടായപ്പോൾ പൗലോസ് നേരെ തന്റെ സഹോദരങ്ങളുടെ അടുത്തോ തന്റെ ചാർച്ചക്കാരത്തോ പോയി കൺസൾട്ട് ചെയ്യുകയാണ്. ഞാൻ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നു കേട്ടു. ഞാൻ ആ വ്യക്തമായിട്ട് രൂപം കണ്ടു. നമ്മൾ ചില നാളുകൾക്ക് മുമ്പേ ക്രൂശിൽ മരിച്ച് തറച്ചു കൊന്ന യേശു കർത്താവിന്റെ രൂപം ഞാൻ കണ്ടു. യേശു കർത്താവാണ് യഥാർത്ഥ ദൈവം എന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. ആ യേശു കർത്താവിനെ പറ്റി പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ഒരു നിയോഗം എനിക്ക് തരുക. കർത്താവ് എന്നെ വിളിച്ചു, ഞാൻ പൊക്കോട്ടെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അവരെന്തോ ആയിരിക്കും പറയാൻ പോകുന്നത്? നിശ്ചയമായിട്ടും അവർ ഇദ്ദേഹത്തെ നിരുത്സാഹപ്പെടും. നിനക്ക് ഫെസ്തോസ് പിന്നീട് പറയുന്നു, വിദ്യാബഹുത്വത്തെ നിനക്ക് ഭ്രാന്ത് പിടിച്ചെന്ന് പറയുന്നുണ്ട്. നിനക്ക് വട്ടായോ, അല്ലെങ്കിൽ നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? നമ്മൾ നിൽക്കുന്ന ഈ സമുദായത്തിൽ നിന്നാ പോരെ, ഇവിടെ എന്താ പാട്ടും പ്രാർത്ഥനയൊന്നും ഇല്ലേ? നിനക്ക് ഇവിടെ തന്നെ നിന്നാ പോരെ, ഇതിന്റെ പുറകെ നിനക്ക് പോകാനായിട്ട് എന്താണ് ഇതിന്റെ ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞ് തന്നെ നിരുത്സാഹപ്പെടുത്തും. അതുകൊണ്ട് പൗലോസ് ആരടുത്തും കൺസൾട്ട് ചെയ്യില്ല. ഹി ടുക്ക് എ ഡിസിഷൻ. അതുകൊണ്ടാണ് പൗലോസ് ഇന്നും പ്രസംഗിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ പൗലോസ് അന്ന് ഒരു പിന്മാറി ഈ ശബ്ദം കേട്ടില്ലാത്ത രീതിയിൽ അങ്ങ് പോവുകയായിരുന്നു. അപ്പോൾ ദൈവമക്കളെ, നമുക്കൊരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റാത്തതിന്റെ കാരണം നമ്മൾ വരുംവഴായികൾ ഇരുന്ന് ചിന്തിക്കുക, വളരെ കണക്ക് കൂട്ടുക. അയ്യോ, ഞാനിപ്പോൾ ഒരു സ്റ്റെപ്പ് എടുത്തു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ കർത്താവിന് വേണ്ടി നിന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരെന്നെ ഒറ്റപ്പെടുത്തുമോ, എൻ്റെ സമൂഹം എന്നെ ഒറ്റപ്പെടുത്തുമോ? ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കത്തില്ലെന്നാണ് ദൈവത്തിന്റെ വചനം. കാറ്റിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കോൺസിക്വൻസ് എല്ലാം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സ്റ്റെപ്പ് എടുക്കാൻ കഴിയത്തില്ല. ധൈര്യത്തോടെ 1-ാമത്തെ ചുവട് വെക്കുക, അടുത്ത ചുവട് വെക്കാനുള്ള ബലം കർത്താവ് നമുക്ക് തരും. അതിനുള്ള ആലോചന ദൈവം നമുക്ക് പറഞ്ഞു തരും. അങ്ങനെയാണ് നമ്മൾ എല്ലാവരും ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ ആരും അവസാനം വരെ ഉള്ള ഒരു പ്ലാൻ നമുക്ക് അറിയത്തില്ല. അന്നേരമുള്ള വെളിച്ചം കർത്താവ് നമുക്ക് തരും. അടുത്ത ചുവട് വെക്കാനുള്ള വെളിച്ചം
കർത്താവ് നമുക്ക് പറഞ്ഞു തരും. സ്തോത്രം. അത് വെക്കുമ്പോൾ സ്തോത്രം, അത് നമ്മൾ അനുസരിക്കുമ്പോൾ അടുത്ത ചുവട് കർത്താവ് നമുക്ക് നൽകും. അങ്ങനെയാണ് നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് അതിനെ പറയുന്നത്. സ്തോത്രം. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ വിശ്വാസത്താല നമുക്ക് അടുത്ത് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല, പക്ഷേ കർത്താവ് കൂടെ ഉണ്ടെന്ന് മാത്രം അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കൾ എല്ലാവരും കർത്താവിനെ സ്തുതിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ പൗലോസിനുണ്ടായ വിളിയില് പൗലോസ് ആ വിളിയിൽ വെറുതെ ഇരുന്നില്ല. ഹി റെസ്പോണ്ടഡ്. പൗലോസ് റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറായി. എങ്ങനെ റെസ്പോണ്ട് ചെയ്തു? കർത്താവേ സ്തോത്രം, ഞാനിത് നേരത്തെ നമുക്കറിയാം, കുഞ്ഞുങ്ങളെ ശ്രദ്ധയോടെ ഇരിക്കുക. കുഞ്ഞുങ്ങളുടെ ഞാൻ ഒരു കാര്യം പറയാം, അവർക്ക് മനസ്സിലാക്കാനുള്ള പ്രായമായില്ല, എന്നാലും സ്തോത്രം അവരെ ഞാനൊന്ന് വിളിക്കുമ്പോൾ അവരൊന്ന് ചിൽഡ്രൻ, ജീസസ് ലവ്സ് ലിറ്റിൽ ചിൽഡ്രൻ. കൊച്ചു പിള്ളേരെ കർത്താവിന് ഒത്തിരി ഇഷ്ടം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം ആരെടുത്താന്ന് കർത്താവിൻ്റെ അടുത്ത് ചോദിച്ചാൽ കർത്താവ് നിങ്ങളെ രണ്ടുപേരെയും പോയിന്റ് എന്നിട്ട് പറയും നിങ്ങളെ എനിക്ക് ഏറ്റവും ഇഷ്ടം. ബിക്കോസ് ജീസസ് ഓൾവേസ് ലവ്സ് ലിറ്റിൽ ചിൽഡ്രൻ. ഇതെല്ലാം മോളും ഉണ്ട് കേട്ടോ അതിനകത്ത് കേട്ടോ, നമ്മളെല്ലാവരും. അപ്പം ലിറ്റിൽ ചിൽഡ്രന്റെ കർത്താവിന് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് there was a little boy, there was a small boy whose name was Samuel. Okay, സാമുവലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? സാമുവൽ, ഹാവ് യു എവർ ഹേർഡ് ദ നെയിം സാമുവൽ? കേട്ടിട്ടുണ്ടോ? സാമുവൽ വാസ് എ സ്മോൾ ബോയ്. ഓക്കെ, സാമുവൽ വാസ് എ സ്മോൾ ബോയ്. ആ സ്മോൾ ബോയ് ഒരു ദിവസം കിടന്ന് ഉറങ്ങുക. ഹി വാസ് സ്ലീപ്പിംഗ്. പെട്ടെന്ന് രാത്രിയിൽ ദൈവം വിളിച്ചു, ശമൂവേലെ എന്ന് വിളിച്ചു. ഓക്കെ, രാത്രിയിൽ ഉറങ്ങുമ്പോൾ ദൈവം വിളിച്ചു, ശമൂവേലെ ഉടനെ ചിന്തിച്ചു. ഹി വാസ് എ സ്മോൾ ബോയ്. ഓടി അവിടെ പാസ്റ്റർ അപ്പച്ചൻ്റെ അടുത്ത് പോയി. അവിടെ ഒരു പാസ്റ്റർ അപ്പച്ച ഉണ്ടായിരുന്നു, ഏലി എന്ന പേര്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി, എന്നെ വിളിച്ചോ അപ്പച്ചാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വിളിച്ചില്ല, പോയി ഉറങ്ങിക്കോന്ന് പറഞ്ഞു. എഗെയിൻ ദ സെക്കൻഡ് ടൈം ഗോഡ് കോൾഡ് ഹിം, ശമൂവേലെ. ആരാ വിളിക്കുന്നേ? ദൈവമാ വിളിക്കുന്നത്. അപ്പൊ ശമൂവേൽ വിചാരിച്ച അപ്പച്ചനാ വിളിച്ചതെന്ന് ഓടിപ്പോയി. പിന്നെ അങ്ങനെ 3 times ദൈവം വിളിച്ചപ്പോഴും സാമുവേലിന് മനസ്സിലായില്ല ഇത് ആരാ വിളിക്കുന്നതെന്നുള്ളത്. ബിക്കോസ് ഹി വാസ് എ സ്മോൾ ബോയ്. അപ്പൊ ദൈവം നിങ്ങളെ വിളിക്കുമോ? ദൈവത്തിന് നിങ്ങളുടെ പേര്, ഡു യു തിങ്ക് ദാറ്റ് ഗോഡ് നോസ് യുവർ നെയിം? ദൈവത്തിന് ഡെൽനമോളുടെ പേര് ദൈവത്തിന് അറിയാവോ? അറിയാം, ഉറപ്പായിട്ട് അറിയാം. ദൈവം വിളിക്കുമോ? ദൈവം വിളിക്കും. നമ്മളത് എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കാൻ. ശമൂവേലിന് അത് അറിയാത്ത കാലത്ത് ദൈവം വിളിച്ചു. ഇന്ന് നമുക്ക് അറിയാന്നുള്ള കാലത്തിൽ എത്ര ചാൻസ് ഉണ്ട് ദൈവം നമ്മളെ വിളിക്കാൻ. അപ്പൊ സാമുവേലിന്റെ അടുത്ത് ഈ പാസ്റ്റർ അപ്പച്ചൻ പറഞ്ഞു, ഇനിയും നീ ഒരു പ്രാവശ്യം കൂടെ, എഗെയിൻ ഇഫ് യു ഹിയർ ദ വോയിസ്, നീ അതിന് റെസ്പോണ്ട് ചെയ്യണം. അപ്പൊ ദൈവം 3 പ്രാവശ്യം ശമൂവേലിനെ വിളിച്ചെങ്കിലും ദൈവത്തിന്റെ ആലോചന ശമൂവേലിന്റെ അടുത്ത് പറഞ്ഞില്ല. കാരണം എന്താ പറഞ്ഞാൽ ശമൂവേൽ ദൈവത്തിന്റെ അടുത്ത് റെസ്പോണ്ട് ചെയ്തില്ല. ശമൂവേൽ എന്തുവാണ് ഈ ശബ്ദം എന്ന് അറിയാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുക. പക്ഷേ തന്നെ കറക്റ്റായിട്ടൊരു ഗൈഡൻസ് തനിക്ക് കിട്ടി. തൻ്റെ അടുത്ത് ആ അപ്പച്ചൻ പറഞ്ഞു, മോനെ അടുത്ത പ്രാവശ്യം നീ ഇത് കേൾക്കുവാണെങ്കിൽ നീ പറയണം, യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം. ഓക്കെ, ഇത് പറയാനാ നമ്മളിവിടെ കൂട്ടിയിരിക്കുന്നത്. എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരുക. അടുത്ത് നിങ്ങൾ ദൈവശബ്ദം കേൾക്കുവാണെങ്കിൽ പറയണം, കർത്താവേ അടിയനെ സമർപ്പിക്കുന്നു. നേരത്തെ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ വിസിറ്റ് ചെയ്യുന്ന ഒരു ഉപദേശം ഒന്ന് പ്രാർത്ഥിക്കാൻ നേരത്ത് സോദര 2 മക്കൾ, ഇപ്പൊ ശുഭറിന് 2 ബോയ്സ് ഉണ്ടല്ലോ, ഇവർ 2 പേരെയും കൂടെ നിർത്തുക. അതുപോലെ 2 പേരെ നിർത്തി പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ച് ദേവദാസന്മാർ വരുമ്പോൾ വീട്ടിലെ കുഞ്ഞുങ്ങളെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിപ്പിക്കുന്ന ഒരു ശീലം പണ്ടുണ്ട്. സ്തോത്രം. അപ്പൊ അതിന്റെയൊക്കെ ഒരു അനുഗ്രഹം നമുക്കുണ്ട്. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പം 2 ബോയ്സിനെ ഇങ്ങനെ നിർത്തി പ്രാർത്ഥിക്കുക. അപ്പൊ മൂത്തവൻ എന്ന് പറഞ്ഞാൽ അവൻ ഇച്ചിരി നല്ല സ്മാർട്ടാ അവൻ ഇച്ചിരി ഓവർ സ്മാർട്ടാ. സോ അവന് പ്രാർത്ഥിക്കാൻ നേരത്ത് പാസ്റ്റർ പറഞ്ഞു, മോനെ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്, അതുകൊണ്ട് അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പം ഇദ്ദേഹത്തിന് ഇതിനോട്ടൊന്നും ഒരു താല്പര്യം ഇല്ലാത്ത ആളാണ് മൂത്ത ആള്. ഇദ്ദേഹം ഇങ്ങനെ പാസ്റ്റർ തലയെ കവിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഇദ്ദേഹം പറഞ്ഞു, കർത്താവേ അനിയനെ അയക്കണമേ. സ്തോത്രം. അനിയനെ അയക്കണമേ. സ്തോത്രം. ഇതുപോലെയാ നമ്മുടെ പല സമർപ്പണങ്ങളും. കർത്താവേ പക്ഷേ ഇതെനിക്കുള്ള ദൂതല്ല, ഇത് മറ്റേ ആൾക്കുള്ളതാ. സ്തോത്രം. നമ്മൾ ഏറ്റെടുക്കാൻ, പക്ഷെ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞപ്പോഴാണ് യേശു കർത്താവ് മനുഷ്യന്റെ ഒരു മാനുഷിക രൂപമെടുത്ത് സ്തോത്രം ഇനിയാണ് ലോകത്തിലോട്ട് ഇറങ്ങി വന്നത്. ആ കോളിന് കർത്താവ് റെസ്പോണ്ട് ചെയ്തു. എല്ലാവരും അതിനടുത്ത് റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് അതിനകത്ത് റിസൾട്ട് ഉണ്ടാവുന്നത്. ഇന്ന് രാത്രി കാലം സ്തോത്രം നമ്മൾ എപ്രകാരമാണ് നമ്മുടെ റെസ്പോൺസ്? ഒന്ന് സ്വയശോധന ചെയ്താട്ടെ. കർത്താവെ, നാളുകളായിട്ട് നീ എന്നെ വിളിക്കുന്നുണ്ട്. നാളുകളായിട്ട് നീ എന്നെ വിളിക്കുന്നുണ്ട്. മോശയെടുത്ത് കർത്താവ് പറഞ്ഞു, സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൽ നീ വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കണം. ഒന്ന് സഭയെ വിളിച്ചു കൂട്ടുവാൻ, ഒന്ന് സഭയെ പുറപ്പെടുവിക്കാൻ. സഭയെ വിളിച്ചു കൂട്ടാനുള്ള കാഹളത്തിന്റെ പേരാണ് പുതിയ നിയമത്തിൽ അതിന്റെ അർത്ഥം പറയുമ്പോൾ അതിന്റെ മീൻസ് ആത്മീയ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയെ വിളിച്ചു കൂട്ടാനുള്ള കാഹളത്തിന്റെ പേരാണ് സുവിശേഷ കാഹളം. സുവിശേഷ കാഹളം കേട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. ഒരു സഭയുടെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും കൂടി. ഇനി അടുത്തൊരു കാഹളം മുഴങ്ങും. ആ കാഹളം അത് ഗംഭീര ധ്വനിയായി മുഴക്കണം. സഭയെ വിളിച്ചു കൂട്ടുന്ന കാഹളം അത് ഗംഭീര ധ്വനിയായി മുഴക്കല്ലെന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 1 തുടങ്ങി വായിക്കും.
വായിക്കുമ്പോഴത്തേനും. എന്നാൽ സഭയെ പിരിച്ചുവിടാൻ അല്ലെങ്കിൽ സഭയെ പുറപ്പെടുവിക്കാൻ വേണ്ടി ഒരു കാഹളം ഇനി മുഴങ്ങും. ആ കാഹളം മുഴങ്ങുമ്പോൾ മോശയും ഈ 40 ലക്ഷം ഇസ്രായേൽ മക്കളും കൂടെ മരുഭൂമിയിൽ ടെന്റ് അടിച്ചിരിക്കുമ്പോൾ ഈ പുറപ്പെടുവിക്കാനുള്ള കാഹളം കേൾക്കുമ്പം അവർ കൂടാരത്തിന്റെ കുറ്റിയെല്ലാം വലിച്ചു പറിച്ച് സ്തോത്രം അവരെല്ലാം പാക്ക് ചെയ്ത് അവർ അടുത്ത സ്ഥലത്തോട്ട് അവർ ട്രാവൽ ചെയ്യുവാണ്. സ്തോത്രം നമ്മൾ സുവിശേഷത്തിന്റെ കാഹളം കേട്ട് റെസ്പോണ്ട് ചെയ്തവരാണ് രണ്ടാമത്തെ കാഹളം കേൾക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലാത്തവര് സ്തോത്രം അല്ലാത്തവരുടെ അവസ്ഥ അത് നമ്മൾ സ്വയമായിട്ട് നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ വിടുക. പക്ഷേ ആരെങ്കിലും സുവിശേഷത്തിന്റെ കാഹളത്തിന്റെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവം പിന്നെയും വിളിക്കുക, ഒരു ചാൻസും കൂടെ തരുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇറാൻ എന്തൊക്കെയാ ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ഇത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സമയത്ത് ഇരിക്കുമ്പോഴും അടുത്തൊരു ചാൻസ് ആട്ടെ എന്ന് പറഞ്ഞിരിക്കാൻ നമ്മൾ മൂക്കില് ആമേൻ സ്തോത്രം നമ്മൾ പുറത്തോട്ട് വിടുന്ന ശ്വാസം തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഡ് ബോഡിയാ. സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ പിന്നെ ഡെഡ് ബോഡിയാ. ഈ മൂക്കിലുള്ള ശ്വാസമാണ് നമ്മളെ ഭൂമിയിൽ കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു കാര്യം. ആമേൻ ഏത് സമയത്തും ഈ ശ്വാസം നമ്മളിൽ നിന്ന് നിലച്ചു പോകാം, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവ്. സ്തോത്രം ഈ രണ്ട് അനിശ്ചിതത്തിന്റെ നടുവിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ആമേൻ എങ്ങനെ ഈ കോളിംഗ് നമുക്ക് മാറ്റിവെക്കാൻ കഴിയും? ഹല്ലേലൂയ. കോളിംഗ് മാറ്റിവെച്ച ഒത്തിരി പേര് ആമേൻ യാതനാ സ്ഥലത്ത് ഇപ്പൊ കിടപ്പുണ്ട്. സ്തോത്രം അത് വളരെ ദുഃഖത്തോടെ ഞാൻ പറയുന്നത്. യാതനാ സ്ഥലത്ത് കിടക്കുന്ന അനേകര് ആ ധനവാനും ലാസറും പോയപ്പോ ധനവാൻ പിന്നെ പറയൂ, അബ്രഹാം പിതാവേ സ്തോത്രം എനിക്ക് 5 സഹോദരന്മാരുണ്ട്, സ്തോത്രം അവരും ഈ സ്ഥലത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് അയക്കും, ഞാൻ പോയി പറയട്ടെ. അപ്പൊ അബ്രഹാം പറഞ്ഞു അതിന് അവിടെ മോശയും പ്രവാചകന്മാരും ഒക്കെ അവർക്ക് ഉണ്ടല്ലോ, അവര് പറയും. അപ്പൊ പറഞ്ഞു അല്ലല്ല, മരിച്ചവരിൽ നിന്ന് ഒരാൾ എണീറ്റ് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കും. അപ്പൊ അബ്രഹാം പിതാവ് പറയുകയാണ് അവര് സ്തോത്രം അവരുടെ വാക്ക് വിശ്വസിച്ചില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരാൾ എണീറ്റ് പോയാലും അവർ വിശ്വസിക്കത്തില്ല. അപ്പം പാതാളത്തിൽ പോയിട്ട് പിന്നെ നമുക്കൊരു ചാൻസ് ഇല്ല, നമുക്ക് ആർക്കും ഒരു ചാൻസ് ഇല്ല. ഒരു ഒബ്ജക്റ്റ് പാതാളത്തിലോട്ട് പോയി കഴിഞ്ഞാൽ, നരകത്തിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു സേഫ്റ്റി പിൻ ആണെങ്കിൽ പോലും അതിന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് വൺസ് ഗോൺ ഫോർ എവർ. അത് ഒരിക്കലും പിന്നെ ആർക്കും അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ട് മൂക്കിൽ ശ്വാസത്തോടെ നമ്മൾ ഇരിക്കുമ്പോൾ, ജീവനോട് ഇരിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. മരിച്ചു കിടന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് വേറൊരാൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ധനവാനെ എന്നേ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് സ്വർഗത്തിൽ കയറ്റാൻ പറ്റുമായിരുന്നു. ധനവാൻ ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്. സ്തോത്രം അതിന്റെ അർത്ഥം എന്തുവാണ്? അബ്രഹാം പിതാവ് വിചാരിച്ചാൽ പോലും സ്തോത്രം ഇദ്ദേഹത്തിനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. സ്തോത്രം. അപ്പൊ അതിനേക്കാളും വലിയ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല നമ്മള്. സ്തോത്രം. അപ്പൊ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച ഒരാളെ അങ്ങോട്ട് കയറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജീവനോടിരിക്കുമ്പം ഈ കോളിങ്ങിന് റെസ്പോണ്ട് ചെയ്യുക. സ്തോത്രം. ഇന്നു നീ ഒരിക്കൽ കൂടി ദൈവവിളി കേട്ടല്ലോ, രക്ഷിതാവു സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ഓ ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീ ഇന്ന്. ഓ ഭയം വേണ്ട, ശങ്കിക്കേണ്ട, നീ ഇന്ന്. ഓ ഭയം വേണ്ട, ശങ്കിക്കേണ്ട, ഓ വാവങ്കൽ നീ ഇന്ന്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. കർത്താവ് വെയിറ്റ് ചെയ്യുവാണ്. സ്തോത്രം. കോളിംഗ് തന്നിട്ട് കർത്താവിന്റെ ഒരു സ്വഭാവം ഞാൻ പറഞ്ഞ, ഹീസ് വെരി ജെന്റിൽ, ഹീസ് വെരി പൊളൈറ്റ് ആൻഡ് ഹീസ് വെരി ജെന്റിൽ. നമുക്ക് ഈ ദുരാത്മാവ് ബാധിക്കുക എന്ന് പറയും. ദുരാത്മാവ് ഒരു വ്യക്തിയിൽ കയറുമ്പോഴത്തേനും പെർമിഷൻ ചോദിച്ചിട്ടൊന്നും അല്ല കയറുന്നത്, അന്ന് ബാധിക്കുക എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി പെർമിഷൻ ഹി ക്യാൻ ജസ്റ്റ് കം ആൻഡ് ബാർജ് ഇൻ ടു ദ ഡോർ എന്ന് പറഞ്ഞ ഡോറെല്ലാം തല്ലിപ്പൊളിച്ച് കയറി വരും. നമ്മളെ ഒരു വ്യക്തിയിൽ ദുരാത്മാവ് ബാധിക്കുമ്പോൾ അയാളുടെ അടുത്ത് പെർമിഷൻ ഒന്നും ചോദിക്കത്തില്ല, അയാളുടെ അകത്തോട്ട് നമുക്ക് കയറുക ചെയ്യുന്നത്. പക്ഷെ യേശു കർത്താവ് ആരെയും ബാധിക്കത്തില്ല. യേശു കർത്താവ് ഹി നോക്സ് അറ്റ് ദ ഡോർ. നമ്മൾ റെവലേഷൻ 3:20 നമ്മൾ വായിക്കുന്നത്, ബിഹോൾഡ് ഐ സ്റ്റാൻഡ് അറ്റ് ദ ഡോർ. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. അപ്പം അതിനകത്തുള്ള പ്രോസസ്സ് നമ്മൾ നിർത്തി ചിന്തിക്കണം. വാതിൽക്കൽ നിന്ന് മുട്ടുമ്പോൾ ആരെങ്കിലും ശബ്ദം കേൾക്കുന്നു. അപ്പൊ ഇന്ന് രാത്രി നമ്മൾ വചനം കേൾക്കുന്നു, ആ കേട്ടിട്ട് അവിടെ തന്നെ ഇരുന്നാലോ, അല്ലെങ്കിൽ നമ്മൾ ആ കേട്ടില്ലപ്പെട്ടിരുന്നാലോ ഒന്നും നമുക്ക് സംഭവിക്കത്തില്ല. പക്ഷെ കേട്ടിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ആള് ആ വചനം കേട്ട് ആ നോക്കിങ് കേട്ടിട്ട് വാതിൽ തുറന്നാൽ, കണ്ടീഷനില്ല, വാതിൽ തുറന്നാൽ, അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാണ്? നമ്മുടെ കയ്യിലാണ് അതിന്റെ ഡിസിഷൻ. കർത്താവ് ഒരു റോബോട്ടിനെ അല്ല ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, കർത്താവ് നമുക്ക് ഫ്രീ വില്ല് തന്നിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് കർത്താവ് മുട്ടുമ്പോൾ തുറന്നു കൊടുക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് തുറക്കാതിരിക്കാം. തുറന്നില്ലെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് പണിഷ്മെന്റ് ഒന്നുമില്ല, പക്ഷേ ഇറ്റേണൽ പണിഷ്മെന്റ് ഉണ്ട്. അത് നമുക്ക് ബെയർ ചെയ്യാൻ പറ്റത്തില്ല. അത് ആർക്കും ബെയർ ചെയ്യാൻ പറ്റില്ല. അതിന്റെ പേര് വെളിപ്പാട് ദിവസം 20 നമ്മൾ വായിക്കുന്നത് രണ്ടാം മരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇറ്റേണൽ ഡെത്ത് എന്ന. ദൈവത്തിൽ നമ്മൾ എന്നേക്കുമായിട്ട് അകന്നു പോകും. ഈ കോളിനെ നമ്മൾ റെസ്പോണ്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അതിനെ ഇമ്മീഡിയറ്റ്ലി നമ്മളെ ഒന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവോ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു അസുഖം പിടിച്ച് നമ്മളാരും കിടപ്പിലാവോ, അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഈ കോളിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കാം. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ യേശു കർത്താവിനെ നമ്മൾ തള്ളിക്കളയുക. നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു വേഴ്സാണ് യോഹന്നാൻ 3:16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ആ വാക്യം നമുക്ക് കാണാപ്പാടാം. പക്ഷെ അതിന്റെ താഴോട്ടുള്ള 1-2 വാക്യങ്ങൾ, ദൈവം തന്റെ പുത്രനെ 17 വാക്യം ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. കണ്ടോ? അപ്പം യേശു കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവൻ കൊടുക്കാനാണ് യേശു കർത്താവിനെ ഈ ലോകത്തിൽ അയച്ചത്. അത് നമുക്ക് കാണാപ്പാടോ. പക്ഷെ അടുത്ത ഭാഗം പറയുന്നത് വിശ്വസിക്കാത്തവനോ എന്ന് പറഞ്ഞാൽ ഈ കോളിന് റെസ്പോണ്ട് ചെയ്യാത്തവനോ ന്യായവിധി വന്നു കഴിഞ്ഞു. അത് ഏത് ന്യായവിധിയാണ്? വെള്ളസിംഹാസനത്തിൽ അന്ത്യന്യായവിധി വന്നു കഴിഞ്ഞു എന്നാ. അതായത് നമ്മളിപ്പോ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ നിത്യജീവൻ നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ കോളിന് നമ്മൾ റെസ്പോണ്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു കാറ്റഗറിയില്ല. അപ്പൊ ഇന്ന് രാത്രിയിൽ നമ്മൾ ഏത് കാറ്റഗറിയിലാണ്? കോൾ കേട്ട് അതിന് റെസ്പോണ്ട് ചെയ്തവരാണ്. കർത്താവ് പറയുന്നു, ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു കൊടുത്താൽ കർത്താവ് അകത്ത് വരും. അപ്പം ഇതിന് ഇങ്ങനെ അതിന്റെ ഒരു പിക്ചർ ഉണ്ട്. റെവലേഷൻ 3:20 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിളിൽ ചെയ്ത ഇമേജസിൽ നോക്കിക്കഴിഞ്ഞാൽ യേശു കർത്താവ് ഇങ്ങനെ വാതിൽക്കൽ മുട്ടുന്ന ഒരു പിക്ചർ ഉണ്ട്. അതൊരു ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡ്രോയിങ് ആണ്. ആ ഡ്രോയിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന് പുറത്ത് ലോക്കില്ല, ലോക്ക് അകത്ത് മാത്രമേ ഉള്ളൂ. ആ പിക്ചർ വരച്ച ആ ഇമാജിനേഷനിൽ അതിന്റെ ഹിസ്റ്ററി നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ വരച്ച ആർട്ടിസ്റ്റ് വരച്ചിരിക്കുന്നത് പുറത്ത് ലോക്ക് വെച്ചിട്ടില്ല, അകത്ത് മാത്രമേ ലോക്കുള്ളൂ. അപ്പൊ കർത്താവ് വാതിൽക്കൽ നിന്ന് മുട്ടുക, നമ്മൾ തുറന്നു കൊടുത്തിട്ട് വേണം കർത്താവിന് അകത്തോട്ട് കയറാൻ. നമ്മൾ തുറന്നു കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ കർത്താവ് പിന്നെയും മുട്ടും. ഇന്ന് രാത്രിയും കർത്താവ് മുട്ടുന്നുണ്ട്. തുറന്നു കൊടുക്കാതിരിക്കാം. തുറന്നു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കർത്താവ് തല്ലി പൊളിച്ച് അകത്ത് കയറി വരത്തില്ല. നമുക്കറിയാം, കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്റെ ശിഷ്യന്മാര് ഭയന്ന് പേടിച്ചിരിക്കുമ്പോൾ കർത്താവ് അവരുടെ നടുവിൽ ഇറങ്ങി വന്നു. സ്തോത്രം. വാതിൽ അടച്ചിരിക്കെ അവരുടെ നടുവിൽ നിന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ നടുവിൽ പ്രത്യക്ഷപ്പെടാൻ കർത്താവിന് പറ്റും. നമ്മുടെ അകത്ത് ഫോഴ്സ്ഫുള്ളി വേണമെങ്കിലും കർത്താവിന് വരാൻ പറ്റും. പക്ഷെ ഹി വിൽ നെവർ ഡു ദാറ്റ്. കർത്താവ് നമ്മൾ അനുവാദം കൊടുത്താൽ കർത്താവ് അകത്ത് വരും. ഇന്ന് രാത്രിയിൽ ആ ഹൃദയത്തിന്റെ വാതിൽ കർത്താവ് മുട്ടുക. മകളെ നീ എനിക്ക് വേണ്ടി തുറന്നു തരുമോ? നമ്മൾ ഉത്തമഗീതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഒരു ലവ് സ്റ്റോറിയാണ്. അതായത് ഇടയച്ചെറുക്കനും ശൂന്യംകാരത്തിയും. അപ്പൊ ശൂന്യംകാരത്തിയ ഇടയച്ചെറുക്കൻ വന്ന് രാത്രിയിൽ വിളിക്കുകയാണ്. സ്തോത്രം. അപ്പൊ അവള് വാതിൽ തുറന്നു കൊടുക്കാനായിട്ട് താമസിച്ചപ്പോ സ്തോത്രം ഇടയച്ചെറുക്കൻ അവിടെ നിന്ന് പോയി കളഞ്ഞു. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് അവള് പിന്നെ ഇടയച്ചെറുക്കനെ തേടി നടക്കുമ്പോൾ പട്ടണത്തിലുള്ളവർ അവളെ പിടിച്ച് ഉപദ്രവിക്കുവാണ്, അവളെ അടിക്കുവാണ്, മുറിവേൽപ്പിക്കുവാണ്. സ്തോത്രം. അപ്പൊ നമ്മള് കർത്താവിന് വാതിൽ സമയത്ത് തുറന്നു കൊടുക്കുന്നതാണ് കാര്യം. സമയത്ത് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. നമുക്ക് റെസ്പോണ്ട് ചെയ്യാം, പക്ഷെ സമയത്ത് റെസ്പോണ്ട് ചെയ്യണം. നമ്മളിപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ മോനെ ഇത് വന്ന് എടുത്തോണ്ട് പോകുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞാണ് ആ കുഞ്ഞ് വരുന്നതെന്നുണ്ടെങ്കിലോ അടുത്തൊരു കാര്യം നമ്മൾ പറയാൻ മടിക്കും. അല്ലെങ്കിൽ നമ്മൾ ആ കുഞ്ഞിനെ പണിഷ് ചെയ്ത് ശരിയാക്കും, അതിനെ പ്രോപ്പറാക്കും. സോ അപ്പോൾ സമയത്ത് റെസ്പോണ്ട് ചെയ്യണം. നമുക്കറിയാം, ടൈറ്റാനിക് മുങ്ങുന്ന സമയത്ത് ടൈറ്റാനിക്കിന് ഒരിക്കലും ഈവൻ ഗോഡ് കനോട്ട് സിങ്ക് ടൈറ്റാനിക് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവർ കൊണ്ടുപോയത്. അത്രയും ആർഭാടം നിറഞ്ഞ ആ കപ്പല്, അത് ആദ്യത്തെ ആ കപ്പലിന്റെ കന്നി യാത്ര അവർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, അതിന് എതിരായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ളത്, അതിനെതിരായിട്ടൊരു വലിയൊരു മഞ്ഞുമല വരുന്നത് അടുത്തുള്ള ചെറു പടകുകളൊക്കെ അത് കണ്ടു. ചെറിയ ഷിപ്പെല്ലാം അത് കണ്ടു. അവർ ഇമ്മീഡിയറ്റ്ലി തന്നെ ഈ ടൈറ്റാനിക്കിന് വാർണിംഗ് കൊടുത്തു. അവര് ഇവിടുത്തെ ഫോൺ കോളിലോട്ട് അവര് കോളിംഗ് ചെയ്തു. പക്ഷേ ഈ ക്യാപ്റ്റൻ ഇതൊന്നും റെസ്പോണ്ട് ചെയ്തില്ല. കാരണം ടൈറ്റാനിക്കോ ഇത് മുങ്ങാനോ, ഇതൊരിക്കലും മുങ്ങത്തില്ല. പിന്നെ ഇത് എന്തിനാ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇനി ഒരിക്കലും എന്നെ ആർക്കും മുക്കാൻ പറ്റത്തില്ല, ഞാൻ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും, ഈ കോളിംഗ് ഒന്നും എനിക്ക് വിഷയമല്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്തോത്രം. കർത്താവ് ആ ടൈറ്റാനിക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അവിടെ ആ ടൈറ്റാനിക്കിന്റെ ക്യാപ്റ്റൻ ഒടുവിൽ ഇത് കണ്ടിന്യൂസ് റിങ് ചെയ്യുമ്പോൾ ഒടുവിലായിട്ട് പോയിട്ട്
ആ കോൾ എടുത്തപ്പോഴാണ് പറയുന്നത് ഇത്രയും അടുത്തായിട്ട് ഒരു വലിയ മഞ്ഞുമല ഉരുകി വരുമോ, പെട്ടെന്ന് ഡയറക്ഷൻ മാറ്റാൻ. ഇമ്മീഡിയറ്റ്ലി അദ്ദേഹം ഫുൾ സ്പീഡിൽ അതെല്ലാം തിരിക്കാൻ നോക്കി. പക്ഷേ ആ മഞ്ഞുമലയുടെ ഒരു ചെറിയൊരു ഭാഗമാണ് വന്നിട്ട് ഈ കപ്പലിന്റെ അടിയിൽ തട്ടിയത്. അവരൊരു 2 മിനിറ്റ് കൂടെ മുന്നേ അവർ ഈ ഒരു എഫേർട്ട്, ഈ കോളിന് റെസ്പോണ്ട് ചെയ്തായിരുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു നാരോ എസ്കേപ്പ് ആയിട്ട് അതങ്ങ് പോയേനെ. പക്ഷേ ആ കപ്പല് ആ കടലിലെ അടിത്തട്ടില് ഇന്നും അവിടെ കിടപ്പുണ്ട്. അതിനുള്ള കാരണം അവർ റെസ്പോണ്ട് ചെയ്തു, പക്ഷേ സമയത്ത് റെസ്പോണ്ട് ചെയ്തില്ല. ഹല്ലേലൂയ. സമയത്ത് റെസ്പോണ്ട് ചെയ്യുന്നതിലാണ് കാര്യം. നമ്മുടെ കർത്താവ് വിളിച്ചുകൊണ്ടിരിക്കും. ആമേൻ. ഇന്നും കർത്താവ് വിളിക്കുന്നുണ്ട്. പക്ഷേ എന്ന് വരെ വിളിക്കും? നാളെ ഒരു വിളി നമ്മൾ കേൾക്കുവോ? ഇന്ന് രാത്രിയാണോ കർത്താവേ ഇതെന്റെ ഫൈനൽ കോളിംഗ് ആണ്? എല്ലാവർക്കും ഒരു ലാസ്റ്റ് ഒരു പോയിന്റ് ഉണ്ട്, എല്ലാവർക്കും ഒരു ലാസ്റ്റ് ചാൻസ് ഉണ്ട്. ഇന്ന് രാത്രി ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ ലാസ്റ്റ് ചാൻസ്. നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് കാണത്തില്ല. അപ്പോൾ കർത്താവിന്റെ കോളിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ റെസ്പോണ്ട്. ഇനി എന്തിനാണ് ഈ കോളിംഗ് എന്നുള്ള ഞാൻ പറയാം. ഞാൻ കുറെ നേരം കൊണ്ട് കോളിംഗ് റെസ്പോണ്ട് ചെയ്യണം. പക്ഷെ ഇത് എന്തിനുള്ള കോളിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മൾ എഫെസ്യ ലേഖനം നമ്മൾ 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ ജീസസ്, എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 9 തുടങ്ങി നമ്മൾ വായിക്കുമ്പോൾ, ജീസസ് ഹല്ലേലൂയ, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അതിന്റെ 8 മുതലൊന്ന് വായിക്കുക സന്തോഷം. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിക്കുവാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. ഓക്കെ, അത്രയും. അടുത്തൊരു വാക്യം കൂടെ വായിക്കണേ, 10-ാം വാക്യം കൊണ്ട് വായിച്ചു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭമുഖാന്തരം അറിയായി വരുന്നു. മതി, താങ്ക് യു. ഇത് വളരെ ഡീപ്പായിട്ടുള്ളൊരു വേഴ്സാണ്. പക്ഷെ ഇതിനകത്തുള്ള 1-2 വേഴ്സ് ഞാൻ പിക്ക് ചെയ്ത് പറഞ്ഞുതരാം. അതായത് പൗലോസ് പറയാണ് സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവൻ. പൗലോസ് എന്തിനാ തന്നെ അങ്ങനെ അഡ്രസ് ചെയ്ത്? പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവനാ. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ലേഖനങ്ങൾ എഴുതി തന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ഒരു ഭാവനയെങ്കിലും നമ്മൾ വൈപ്പിക്കോ അല്ലെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഭയങ്കര അതിനൊരു ഫസ്റ്റ് പ്രൈസും കൂടെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ പിടിക്കാൻ 2 പേര് വേണം. അതുപോലെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. പൗലോസ് പക്ഷേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ. അദ്ദേഹം ഇവിടെ പറയുവാണ് സകല വിശുദ്ധന്മാരിൽ ഞാൻ ഏറ്റവും ചെറിയവനാ. ആ എളുപ്പത്വം, ഹല്ലേലൂയ, ആ ഒരു താഴ്മ, ആ ഒരു ഹ്യൂമിലിറ്റി, നമ്മുടെ കർത്താവിന്റെ അതേ ഭാവം പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുവാണ്. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് സ്തോത്രം ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ. അപ്പം പൗലോസ് ഭയങ്കര സ്കോളർ ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത് ജാതികളെടുത്ത് സുവിശേഷം പറയാൻ. പത്രോസ് ഒരു സ്കോളർ അല്ല, അദ്ദേഹം ഒരു മീൻപിടുത്തക്കാരനായിരുന്നു, സാധാരണ ഒരു മീൻപിടുത്തക്കാരൻ. പക്ഷെ അദ്ദേഹം വലിയ സ്കോളേഴ്സിന്റെ അടുത്താണ് കർത്താവ് തന്നെ അയച്ചത്. കൊർന്നേലിയോസിന്റെ വീട്ടിൽ പൗലോസ് പോയായിരുന്നുണ്ടെങ്കിൽ എത്ര വലിയൊരു ഗ്രാൻഡ് മെസ്സേജ് അവിടെ നടത്തിയനായിരുന്നു. പക്ഷെ അവിടെ അയച്ചത് എഴുത്തും വായന അറിയാത്ത, എഴുതാനും വായിക്കും, ദേ വെർ ഇല്ലിറ്ററേറ്റ് പീപ്പിൾ. യോഹന്നാനും പത്രോസൊക്കെ എഴുതാനും വായിക്കാനും അറിയത്തില്ല. അവരെയാണ് കൊർന്നേലിയോസിന്റെ വീട്ടിൽ, ഒരു കമാൻഡർ, റോമൻ കമാൻഡറിന്റെ വീട്ടിൽ അയച്ചിരിക്കുന്നത്. നമ്മളാണ് അങ്ങനെ അപ്പോയിന്റ് ചെയ്ത് വിടുവാണെങ്കിൽ നമ്മൾ ആരെ അയക്കും? എല്ലാം നല്ല സ്റ്റാറ്റസ് ഒക്കെ നോക്കി ഭയങ്കര എല്ലാ രീതിയിലും നല്ല ഇന്റലക്ച്വൽ പവർ ഉള്ള ഒരാളായിരിക്കും നമ്മൾ അങ്ങോട്ട് അയക്കുന്നത്. അദ്ദേഹം ചെന്നിട്ട് ബുദ്ധിയിൽ അവിടെ ചെന്ന് പ്രസംഗിക്കും. അതുകൊണ്ട് അവിടെ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ പത്രോസ് അവിടെ ചെല്ലുമ്പോൾ പത്രോസ് ഇവരെല്ലാം കണ്ടു. ഒരു വലിയൊരു കൂട്ടം അവിടെ ഇരിക്കുക, ഭയങ്കര ഒരു റോയൽ ആയിട്ടുള്ള ഒരു കൂട്ടം അവിടെ ഇരിക്കുമ്പം പത്രോസിന്റെ മനസ്സിൽ കൂടെ പോയത്, കർത്താവെ എന്താ ഞാൻ പറയണ്ട അപ്പച്ചാ, നീ എനിക്ക് എൻ്റെ വായി തരണമേ. പത്രോസ് പറഞ്ഞ വാക്ക് അവർ വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. അതിന്റെ അപ്പോസ്തലപ്രവൃത്തി 10:38 മുതൽ ആ ഭാഗം കൂടെ വായിച്ച് നമുക്ക് പോവാം. സ്തോത്രം, ഹല്ലേലൂയ ജീസസ്. അപ്പോസ്തലപ്രവൃത്തി 10:42 മുതലൊന്ന് വായിച്ചാൽ മതി. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ദൈവത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അതെ, അടുത്ത വാക്യം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും മതി, അത്രയും മതി. അപ്പം അതിനകത്തുള്ള ആ ഒരു സമ്മറി നമുക്ക് കിട്ടി. അതായത് പത്രോസ് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചു. താൻ വലിയൊരു സ്കോളർ അല്ല,
പക്ഷെ താൻ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചു, ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ആശ്രയിച്ചു, ദൈവത്തിന്റെ ആത്മാവിൽ ആശ്രയിച്ചിട്ട് താൻ പറയുന്ന കാര്യം യേശു കർത്താവിന്റെ ക്രൂശീകരണവും യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പും യേശു കർത്താവിന്റെ സ്നേഹത്തെയും പറ്റി താൻ പറഞ്ഞപ്പോൾ സ്തോത്രം, ആ ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ പത്രോസോ അല്ലെങ്കിൽ കൂടെ വന്നവരോ പോയി തലയെ കൈ വെക്കുവോ അല്ലെങ്കിൽ അവരെ എൻകറേജ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. ഈ വചനം കേട്ടപ്പോൾ തന്നെ കേട്ടവരുടെ മേൽ ആത്മാവ് വന്നു. കണ്ടോ, ഈ വചനം കേട്ടിട്ട് ഈ വചനം കേട്ടിട്ട് ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ആത്മാവൊന്നും വരത്തില്ല. പക്ഷെ ഈ വചനം കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അതെങ്ങനെ മനസ്സിലായി? എല്ലാവരും അന്യഭാഷ പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചു. സ്തോത്രം. അപ്പൊ പത്രോസ് തന്റെ ജ്ഞാനത്തിലല്ല പറഞ്ഞത്, പത്രോസ് ആത്മാവിൽ പറഞ്ഞുകൊണ്ടാണ് ആത്മാവ് അവിടെ വ്യാപരിച്ചത്. നമ്മൾ ജ്ഞാനത്തിൽ പറഞ്ഞാൽ അവിടെ ജ്ഞാനം വ്യാപരിക്കും. അതുകൊണ്ടാണ് പൗലോസിനെ ജ്ഞാനികളുടെ അടുക്കലല്ല വിട്ട ജാതികളുടെ അടുക്കൽ ചെന്നിട്ട് പൗലോസിന്റെ ആ ജ്ഞാനമൊക്കെ അവിടെ പ്രസ്താവിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് പൗലോസ് വളരെ സിമ്പിളാക്കി, തന്റെ മെസ്സേജ് വളരെ സിമ്പിളായിരുന്നു. ക്രൂശിക്കപ്പെട്ട യേശുവിനെ താൻ വരച്ചു കാണിക്കുമായിരുന്നു. അതായത് വളരെ സിംപ്ലിഫൈ ചെയ്താണ് താൻ പ്രസംഗിച്ചത്. അത് 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ അത് എഴുതിയിട്ടുണ്ട്. 1:17 നമ്മൾ വായിക്കുന്നുണ്ട്, സ്നാനം കഴിപ്പിപ്പാനല്ല സുവിശേഷം അറിയിപ്പാനത്തെ ക്രിസ്തു എന്നെ അയച്ചത്, ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലതാനും. എന്ന് പറഞ്ഞാൽ പൗലോസിന് നല്ല വാക്ചാതുര്യമൊക്കെ ഉണ്ട്. ഹി വാസ് എ സ്കോളർ. പക്ഷെ ആ വാക്ചാതുര്യത്തോടെയൊക്കെ അദ്ദേഹം പോയി പ്രസംഗിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ജാതികളാ, സാധാരണ മനുഷ്യരാ, അവർക്കത് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം വളരെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു. അപ്പൊ അവിടെ പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സ്തോത്രം, നമ്മള് കർത്താവിന്റെ കോളിങ്. അപ്പൊ എഫെസ്യ ലേഖനത്തിൽ ഞാൻ പറഞ്ഞു വന്നേ. അപ്പൊ പൗലോസ് തന്നെ പറയുവാണ്, താൻ സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനാ. പക്ഷെ ആ ഏറ്റവും ചെറിയവനെന്ന് താൻ കണക്കാക്കിയ പൗലോസിന് ഒരു നിയോഗം കിട്ടി, ജാതികളെടുത്ത് സുവിശേഷം പറയാൻ. ഇനി വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ജാതികളെടുത്ത് കർത്താവിന്റെ സുവിശേഷം പറയാൻ നിയോഗം കിട്ടി. അങ്ങനെ താൻ അവിടെ പറയുവാണ്, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. പറഞ്ഞാല് ദൈവത്തിന് അനാദിയിൽ ഒരു നിർണയം ഉണ്ടായിരുന്നു. അതാണ് അതിന്റെ സമ്മറി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ദൈവത്തിന് അനാദിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉൽപ്പത്തി 1:1 നമ്മൾ വായിക്കുന്നുണ്ട്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതാണ് സൃഷ്ടിപ്പിന്റെ ആരംഭമാണ്, സൃഷ്ടിപ്പിന്റെ ആദിയാണ്. പക്ഷേ അതിനു മുന്നേ ആ സൃഷ്ടിപ്പ് നടത്താനായിട്ട് ദൈവം അതിനു മുന്നേ ഉണ്ട്. ഉൽപ്പത്തി 1:1 ദൈവത്തിന്റെ ആദി അല്ല അവിടെ പറയുന്നത്, ദൈവ സൃഷ്ടിയുടെ ആദ്യം, അതായത് ദൈവം സൃഷ്ടിപ്പിന്റെ ആദിയാണ് അവിടെ പറയുന്നത്. പക്ഷെ ദൈവം അതിനു മുന്നേ തന്നെ ഉണ്ട്. അതായത് ഇപ്പം ഒരു പ്രോജക്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ, ഒരു ഗ്ലോബ് ഉണ്ടാക്കാൻ ഒരു പ്രോജക്റ്റ് നമ്മുടെ പിള്ളേർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഗ്ലോബ് ഉണ്ടാക്കാനുള്ള ബുദ്ധിയും ജ്ഞാനവും അതിനുള്ള ഇന്റലക്ച്വൽ പവറോടുകൂടെ ആ കുഞ്ഞ് ഓൾറെഡി അവിടെ ഉണ്ട്. അതിനുശേഷമാണ് ആ ഗ്ലോബ് ഉണ്ടാക്കാനായിട്ട് ആ കുഞ്ഞിന് പറ്റുന്നത്. അതുപോലെ ദൈവം ഈ ഭൂമിയെയും ഈ സൃഷ്ടിപ്പെല്ലാം നടത്താനുള്ള അതിനുള്ള ഫുൾ പവറോടുകൂടെ, ഫുൾ ക്രിയേഷൻ പവറോടുകൂടെ ദൈവം ഓൾറെഡി ഉണ്ട്. ആ ദൈവം ആദിയിലല്ല ഉള്ളത്, അനാദിയില. ആദിക്ക് മുമ്പേ ഉള്ള സമയമാണ് അനാദി. അതായത് ഇതാണ് ഇപ്പം ആദിയെങ്കിൽ, ഈ ഒരു പോയിന്റാണ് ആദിയെങ്കിൽ, ഇതിന് മുന്നേ ഉള്ള കാലത്തെ പറയുന്നതാണ്, അല്ലെങ്കിൽ സമയത്തെ പറയുന്നതാണ് അനാദി. അപ്പം ദൈവം അനാദിയായും ശാശ്വതമായും ദൈവമാണെന്ന് നമ്മൾ സങ്കീർത്തനം 90 വായിക്കുന്നുണ്ട്. അപ്പൊ അന്നും ദൈവമാണ്. അപ്പൊ അനാദിയില് ദൈവത്തിനൊരു നിർണയം ഉണ്ടായിരുന്നു, ദൈവത്തിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു. ആ പർപ്പസ് എന്താണെന്ന് അവിടെ തന്നെ പറയുന്നുണ്ട്. അതായത് അവൻ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വന്നു. അതായത് ദൈവത്തിന് അനാദിയിൽ, സകലവും സൃഷ്ടിച്ച ദൈവത്തില് അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന ഒരു മർമ്മമുണ്ട്. മർമ്മം എന്ന് പറഞ്ഞാൽ മിസ്റ്ററിയാണ്. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ ആർക്കും വെളിപ്പെടുത്താത്ത ഒരു ടോപ്പ് സീക്രട്ട്. നമ്മുടെ മനസ്സിലും നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കാൻ നമ്മൾ ടോപ്പ് സീക്രട്ട് ഒക്കെ പറയുമായിരുന്നു. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് മാത്രം നമ്മളിങ്ങനെ ചെവിയിൽ പറയും ടോപ്പ് സീക്രട്ട്, അല്ലെ? അപ്പൊ ദൈവത്തിനൊരു ടോപ്പ് സീക്രട്ട് ഉണ്ട്. ദൈവം ഇത് ആരുടെ പറഞ്ഞില്ല, അത് മർമ്മമായിരുന്നു, അതൊരു മിസ്റ്ററി ആയിരുന്നു. ഗോഡ് ഡിഡ്ന്റ് റിവീൽ ടു എനിവൺ. ദൈവം ഇത് ആർക്കും റിവീൽ ചെയ്ത് കൊടുത്തില്ല. അപ്പൊ ആ അനാദി നിർണയം എന്ന് മുതലുണ്ടായിരുന്നു? അനാദിയിലെ ദൈവത്തിനുണ്ടായിരുന്നു. പറഞ്ഞാൽ സൃഷ്ടിപ്പ് ഉൽപ്പത്തി 1:1 എന്തെങ്കിലും സൃഷ്ടിക്കുന്നതിന് മുന്നേ ദൈവം എന്ന് മുതലുണ്ടോ, ദൈവത്തിന്റെ ഹൃദയത്തില് ഒരു പ്രത്യേക ഒരു കാര്യം മറഞ്ഞിരുന്നു. ആ കാര്യം സഭ മുഖാന്തരം അറിവായി വന്നെന്നാണ് നമ്മളിവിടെ വായിച്ചത്. അതായത് ആ കാര്യം എന്തെന്ന് പറഞ്ഞാൽ സഭയായിരുന്നു. ദൈവത്തിന്റെ മനസ്സിൽ നമ്മൾ ഏതാ പറഞ്ഞു, ഉൽപ്പത്തി 1:1 ദൈവം സൃഷ്ടി ആരംഭിച്ചു. എന്നാൽ അതിനു മുന്നേ ദൈവമുണ്ട്. അതിനെ പറയുന്ന സമയത്തെ പറയുന്നതാണ് അനാദി. ആ അനാദിയിൽ ദൈവത്തിനൊരു നിർണയം ഉണ്ടായിരുന്നു. ഗോഡ് ഹാഡ് എ പേർപ്പസ്, ഗോഡ് ഹാഡ് എ വെരി ടോപ്പ് സീക്രട്ട് ഇൻ ഹിസ് ഹാർട്ട്. അത് ദൈവം ആരുടെ പറഞ്ഞു കൊടുത്തില്ല. അബ്രഹാമിന് അറിയത്തില്ലായിരുന്നു, ദാവീദിന് അറിയത്തില്ലായിരുന്നു, ശമൂവേലിന് അറിയത്തില്ലായിരുന്നു, പഴയ നിയമത്തിലുള്ള ആർക്കും അത് അറിയത്തില്ലായിരുന്നു. എന്നാൽ ചില ചെറിയ ചെറിയ ഗ്ലിംസസ് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു അംശം മാത്രം അവർക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പിന്നെ പറയുകയാണ്,
ആ അനാദിയിലെ നിർണയം കർത്താവ് സഭ മുഖാന്തരം അറിയിച്ചു. അതായത് അനാദിയിലെ നിർണയം എന്ന് പറഞ്ഞാൽ ഒരു സഭയാണ്. എന്താണ് സഭ? ആ സഭ എന്ന് പറഞ്ഞാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വിളിച്ചു ആ വിളിക്ക് റെസ്പോണ്ട് ചെയ്യണം. എന്തിനു വേണ്ടിയാ വിളിച്ച്? ദൈവസഭയുടെ ഭാഗമായി തീരാൻ. ആ ദൈവസഭ എന്ന് പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റ് കർത്താവിന് എന്ന് മുതലുണ്ട്? ഉൽപ്പത്തി 1:1 മുതലല്ല, അതിനു മുന്നേ അനാദി മുതൽ ദൈവത്തിന്, അതായത് ഇങ്ങനെ ചിന്തിക്കാം, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, മൂന്ന് ദൈവങ്ങളല്ല, 3 വ്യക്തികളാണ്. ഏക ദൈവം. ആ ഏക ദൈവത്തിൽ 3 വ്യക്തികൾ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അവർ തമ്മിൽ ഷെയർ ചെയ്യുന്നൊരു കൂട്ടായ്മയുണ്ട്. അതിനെ പറയുന്നതാണ് ലവ് ഫെലോഷിപ്പ്, സ്നേഹ കൂട്ടായ്മ. അവർ ആ സ്നേഹ കൂട്ടായ്മയിൽ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, പുത്രൻ പിതാവിനെ സ്നേഹിക്കുന്നു, പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നു. അവർ തമ്മിൽ മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച്, ഈഗോ ഒന്നുമില്ല, സ്നേഹത്തിലാണ് അവർ ഒന്നായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തെ ഒറ്റ വാക്കി നമുക്ക് പറയാൻ പറ്റും, ദൈവം സ്നേഹമാകുന്നു. 1 യോഹന്നാൻ 4:8 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം സ്നേഹമാകുന്നു. അപ്പൊ ഈ ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ ഈ സ്നേഹ കൂട്ടായ്മയിൽ എത്ര പേരുണ്ട്? പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. ഈ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് യാതൊരു ഈഗോ ഇല്ല, യാതൊരു ക്ലാഷ് ഇല്ല. അവരിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ദൈവത്തിനൊരു കാര്യം പെട്ടെന്ന് ദൈവത്തിനൊരു പ്രസാദം തോന്നി, അല്ലെങ്കിൽ ദൈവത്തിനൊരു ആഗ്രഹം ഉണ്ടായി. അതെന്തെന്ന് പറഞ്ഞാൽ, ഈ ലവ് ഫെലോഷിപ്പിനകത്ത് എനിക്കൊരു ക്രിയേഷനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. ഞാനൊരു ക്രിയേഷൻ നടത്തും. ആ ഒരു ക്രിയേഷനെ എനിക്ക് ഇതിനകത്തോട്ട് ഉൾപ്പെടുത്തണം. അതായത് ആനിമൽസിന്റെ ദൈവം ക്രിയേറ്റ് ചെയ്തു, ദൂതന്മാരെ ക്രിയേറ്റ് ചെയ്തു, അങ്ങനെ അനേക സൃഷ്ടിപ്പ് ദൈവം നടത്തി. പക്ഷേ ദൈവം അന്ന് പ്ലാൻ ചെയ്തു, ഞാൻ മനുഷ്യനെ ഉണ്ടാക്കും. ആ മനുഷ്യനെ എങ്ങനെ ഉണ്ടാക്കും? ഞാൻ എൻ്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കി, എൻ്റെ സാദൃശ്യപ്രകാരം ഉണ്ടാക്കി. എന്തിനാ? ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയ, ദൈവത്തിന് അവരുമായിട്ട് കറസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ദൈവത്തിന് അവരുമായിട്ട്. ഇതൊന്നും തരാമോ? ഞാനൊരു ഗ്ലൗസ് കൊണ്ടുവന്നു, ഞാനൊരു പെട്ടെന്നൊരു ഒബ്ജക്റ്റ് ആയിട്ട് കാണിക്കാം, നിങ്ങൾക്കത് മനസ്സിലാവും പെട്ടെന്ന്. അല്ലെങ്കിൽ ഞാൻ എത്ര ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാലും, കാരണം ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്. ഇപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് നമ്മൾ പിക്ചർ അല്ലെങ്കിൽ ഓബ്ജക്റ്റ് റെപ്രസെൻറ്റേഷൻ ആകുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഇതൊരു ഗ്ലൗസാണ്. ഈ ഗ്ലൗസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തോ മോഡലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തിൻ്റെ മോഡലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കൈയുടെ മോഡൽ അല്ലേ? കൈയുടെ മോഡൽ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഗ്ലൗസ് ഉണ്ടാക്കിയിരിക്കുന്നത്? കൈ ഇട്ടിട്ട് വർക്ക് ചെയ്യാൻ, എല്ലാവർക്കും തൊടാൻ വേണ്ടി മാത്രമേ. മോർണിംഗ് വന്നേ, come here. I want your hand. Okay, put your hand inside. Okay, say hand it. Now can you take this tissue box? No, tissue box. Take the tissue box with the gloves. Okay, you can do it, right? Okay, now try it without your hand. Now try to take it. No, without your hand, only with the gloves. Try. പറ്റത്തില്ല, right? Okay, താങ്ക് യു മോനെ. സമയം വന്നു. അപ്പോൾ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചെന്ന് പറയുമ്പം ദൈവത്തിന് നമ്മളെ അകത്തോട്ട് കയറി വരാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന് കടന്നു വരണം. ഇതിങ്ങനെയാണെന്ന് തോന്നുന്നില്ലേ? സോറി കേട്ടോ. ദൈവത്തിന് നമ്മുടെ അകത്ത് കയറി വരണം. വിളിക്ക് റെസ്പോണ്ട് ചെയ്ത് കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ഈ ഗ്ലൗസ് യൂസ്ഫുൾ ആവും. മനസ്സിലായി? അല്ലെങ്കിൽ ഇതൊരു ഗ്ലൗസ് ആയിട്ട് എന്നും അവിടെ ഇരിക്കും. ഇനി ഇതുകൊണ്ട് എനിക്ക് വളരെ ഹാർഡായിട്ടുള്ള ജോലി എനിക്ക് ചെയ്യാൻ പറ്റും, എൻ്റെ ഹാൻഡ് എനിക്ക് യൂസ്ഫുൾ ആയി. പക്ഷെ ഞാൻ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ഈ ഗ്ലൗസിന് എന്തെങ്കിലും അഹങ്കരിക്കാനുണ്ടോ? ഇല്ല. ഇതിനകത്ത് നിന്ന് കൈ അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരർത്ഥമില്ല. അപ്പൊ നമ്മൾ എന്തൊക്കെയോ ചെയ്യുക, നമ്മൾ പാടുക, പ്രാർത്ഥിക്കുക, നമ്മൾ കർത്താവിന് വേണ്ടി ഓടുക. പക്ഷേ കർത്താവ് നമ്മുടെ അകത്തുള്ളതുകൊണ്ട് മാത്രം ഇതെല്ലാം പറ്റുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയാണ് കർത്താവിന് നമ്മളെക്കുറിച്ച് ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കർത്താവ് നമ്മുടെ അകത്ത് വരുന്നത് മുതലാണ്. അതിന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഈ വിളിക്ക് റെസ്പോണ്ട് ചെയ്യുമ്പോൾ യേശു കർത്താവ് നമ്മുടെ അകത്ത് വരും. അതായത് ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ വന്നിട്ട് അവനോടും അവൻ എന്നോടും കൊണ്ട് അത്താഴം കഴിക്കും. അപ്പം നമ്മൾ റെസ്പോണ്ട് ചെയ്യാന്ന് പറയുമ്പം യേശു കർത്താവ് നമ്മുടെ അകത്ത് വരും. യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റു പറയും, ദൈവം അവനെ മരിച്ചവെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടും. ആ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശു നമ്മുടെ അകത്ത് വരിക. പിന്നെ നമ്മൾ ഫംഗ്ഷനല്ല, പിന്നെ യേശു പറയുന്ന പോലെ നമ്മൾ ചെയ്യേണ്ടത്. കർത്താവ് ഇന്ന് നമ്മൾ ഗ്ലൗസ് വിട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. ഈ കൈ മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഈ ഗ്ലൗസ് പ്രവർത്തിക്കണം. അപ്പൊ കർത്താവ് നമ്മുടെ അകത്ത് വരും. അതിന് ഒരു ഇംഗ്ലീഷിൽ ഒരു സോങ് ഉണ്ട്, ഇൻ ടു മൈ ഹാർട്ട്, കം ഇൻ ടു മൈ ഹാർട്ട്. 2 വരി പാടാം. ഇൻ ടു മൈ ഹാർട്ട്, കം ഇൻ ടു മൈ ഹാർട്ട്, കം ഇൻ ടു മൈ ഹാർട്ട്, ലോർഡ് ജീസസ്, കം ഇൻ ടുഡേ, come in to stay, come into my heart, Lord Jesus, come in today,
Come in to stay. Come into my heart, Lord Jesus. അപ്പം ഈ വിളിക്ക് റെസ്പോണ്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യേശു കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക. അന്നേരമാണ് നമ്മൾ ഈ ദൈവസഭയുടെ ഭാഗമാകുന്നത്. ആരാണ് ദൈവസഭ? വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. എന്ന് മുതലാണ് ഈ ദൈവസഭ ഉള്ളത്? കർത്താവിന്റെ ഹൃദയത്തിൽ അനാദിയിലേ ഉണ്ട്. പക്ഷെ അത് എപ്പോഴാണ് വെളിപ്പെട്ട് വന്നതെന്ന് പറഞ്ഞാൽ, യേശു കർത്താവ് ഇവിടെ ഒരു ജഡാവതാരം എടുത്ത് കർത്താവ് ഒരു മനുഷ്യനായി വന്ന് മനുഷ്യന്റെ പാപത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് ക്രൂശിൽ ചെയ്ത്, കർത്താവ് മരിച്ച് അടക്കപ്പെട്ട്, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിൽ പോയി പരിശുദ്ധാത്മാവിനെ വാങ്ങി ഇവിടെ അയച്ചിട്ട് പരിശുദ്ധാത്മാവ് ഇവിടെ ഇറങ്ങി വരുമ്പോഴാണ് സഭ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. സഭയുടെ സ്ഥാപനം പെന്തക്കോസ്ത് നാളിലാണ്. അപ്പം ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കയില്ല എന്ന് മത്തായി 16:18 നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സഭയെ പണിയും, അതായത് ഒരു ഫ്യൂച്ചറിൽ കർത്താവ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റിയ ഫ്യൂച്ചർ ടെൻസിലാണ് അവിടെ പറയുന്നത്. പക്ഷെ അത് എന്നാണ് പണി ആരംഭിച്ചത്? അത് പെന്തക്കോസ്ത് നാളിൽ. അന്ന് ആരംഭിച്ച പണി ഇന്നും നമ്മൾ സഭയുടെ ഭാഗമായിട്ട് നമ്മൾ പണിഞ്ഞുകൊണ്ടിരിക്കുക. ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നിട്ട് നമ്മൾ ജീവൻ പ്രാപിക്കേണ്ടതിന് കർത്താവ് നമ്മളെ ചേർത്ത് പണിയുക. അവസാനത്തെ കല്ലും ഈ സഭയാം ആലയത്തിൽ ചേർത്ത് പണിയപ്പെടുമ്പോൾ കർത്താവിന്റെ കാഹളം ധ്വനിക്കുക. അപ്പൊ ഇന്ന് സ്തോത്രം, ഒരുപക്ഷെ നിങ്ങളായിരിക്കാം ഈ സഭയുടെ ഏറ്റവും അവസാനത്തെ കല്ലായിട്ട് കർത്താവ് ചേർക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി. നിങ്ങൾ ഇതിനെ റെസ്പോണ്ട് ചെയ്ത് സഭയുടെ ഭാഗമായി തീരുമ്പോൾ നമ്മുടെ കർത്താവിന്റെ വരവ് സംഭവിക്കും. അത് പക്ഷേ എന്ന് വരെ നമുക്ക് ഈ ചാൻസ് ഉണ്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ട്. അപ്പം സഭ എന്ന് പറഞ്ഞാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. അതിന്റെ ഗ്രീക്ക് വേർഡ് എന്ന് പറഞ്ഞാൽ എക്ലീഷ്യ എന്നാണ്. നമ്മൾ സൺഡേ സ്കൂളിലെല്ലാം പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അതായത് വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ. ആരാണ് വിളിച്ചത്? ദൈവം നമ്മളെ വിളിച്ചു. എന്തിനാ വിളിച്ച് വേർതിരിച്ചു പറഞ്ഞാൽ നമ്മളെ സെപ്പറേറ്റ് ചെയ്തു. വിളിച്ചിട്ട് അവിടെ തന്നെ നമ്മൾ ഇരിക്കുമല്ല, വിളിച്ച് വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നോ അവിടെ നമ്മൾ വിളിച്ചിട്ട് നമ്മളെ സെപ്പറേറ്റ് ചെയ്തു. സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യം, നമ്മൾ വിളിച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും നമ്മൾ കുഴഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ വിളിച്ച് സെപ്പറേറ്റ് ചെയ്തു. സെപ്പറേറ്റ് ചെയ്തവരെല്ലാം ഒരുമിച്ച് കൂടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് അടിസ്ഥാന ഉപദേശത്തിൽ പത്രോസ് അപ്പോസ്തലൻ 2:37 പറയുന്നതാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. അതിനുശേഷം അടിസ്ഥാന ഉപദേശം പറഞ്ഞു വരുമ്പോൾ രക്ഷയുണ്ട്, സ്നാനമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, പിന്നെ അപ്പോസ്തലന്മാരുടെ ഉപദേശമുണ്ട്, കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോകുന്നു. അപ്പൊ ഇത് അടിസ്ഥാന ഉപദേശത്തിൽ പെട്ട ഒരു കാര്യമാണ്. ഇങ്ങനെ വേർപെട്ടവരെല്ലാം കൂടെ ഒന്നിച്ചു കൂടണം. അത് സൂമിലായാലും ശരി, അത് ഒന്നിച്ചു കൂടാൻ പറ്റുന്ന സാഹചര്യത്തിൽ എവിടെയാണെങ്കിലും നമ്മുടെ കർത്താവിന്റെ നാമത്തിൽ കൂടുമ്പോൾ നമ്മൾ ഈ വിളിയുടെ പർപ്പസിലോട്ടാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൂടുന്നവരെല്ലാം കൂടെ ചേർക്കാനായിട്ട് ഒരു ദിവസം നമ്മുടെ കർത്താവ് വരും. ഇങ്ങനെ വിളിച്ച് വേർതിരിക്കുക, എല്ലാവരെയും കൂട്ടാനല്ല. അതാണ് എബ്രായ ലേഖനം 9:27 നമ്മൾ വായിക്കുന്നുണ്ട്. ഒരിക്കൽ കർത്താവ് പ്രത്യക്ഷനായി, അത് പാപികളെ രക്ഷിക്കാൻ. എന്നാൽ ഇനി കർത്താവ് പ്രത്യക്ഷനാവും പാപം കൂടാതെ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി, അവരെ ചേർക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ വിളിക്ക് റെസ്പോണ്ട് ചെയ്തവരെ വിളിക്കുന്ന പേരാണ് ദൈവസഭ. അപ്പൊ ദൈവസഭയുടെ ഭാഗമായിട്ട് നമ്മൾ തീർന്നിട്ടുണ്ടോ? ഈ വിളിക്ക് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ? എത്ര പേര് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്? ഇനിയും മാറ്റി വെക്കരുത്, നാളത്തേക്ക് മാറ്റി വെക്കരുത്. രക്ഷിക്കപ്പെട്ടവര് സ്നാനപ്പെടണം, സ്നാനപ്പെട്ടവര് അഭിഷേകം പ്രാപിക്കണം, അഭിഷേകം പ്രാപിച്ചവര് പിന്നെ തുടർന്നുള്ള അടിസ്ഥാന ഉപദേശത്തിലോട്ട് നമ്മൾ അതിനെങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരണം. അല്ലാതെ നമ്മൾ രക്ഷിക്കപ്പെട്ടു അവിടെ തന്നെ പിന്നെ ഒരു 10 വർഷം നിന്നിട്ട് അടുത്തൊരു 5 വർഷം കഴിയുമ്പോൾ സ്നാനപ്പെട്ടു പിന്നെ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് 100 വയസ്സായാലും നമ്മൾ പ്രോപ്പർലി ആവത്തില്ല. അപ്പം ഇതെല്ലാം ഇൻസ്റ്റന്റ്, രക്ഷിക്കപ്പെടുന്ന ഇൻസ്റ്റന്റില്ല. പിന്നെ നമുക്ക് എത്രത്തോളം ആയുസ് ഉണ്ടെന്നാൽ നമുക്കിപ്പം 1/2 മണിക്കൂറേ ഉള്ള ഒരു കാര്യം, ഞാൻ എക്സാം എഴുതാൻ 2 മണിക്കൂറേ ഉള്ളുവെങ്കിൽ 2 മണിക്കൂർ നമ്മൾ പടപെടാതെ നമ്മൾ എഴുതി തീർക്കും. കാരണം 2 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ചാൻസ് ഇല്ല. 2 മണിക്കൂറെങ്കിലും നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കും എന്നുള്ള ഗ്യാരണ്ടി ഉണ്ടോ? അടുത്ത 2 മണിക്കൂർ ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്ന ഗ്യാരണ്ടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവർത്തിയാ പ്രാർത്ഥിക്കാം. അങ്ങനെ ആർക്കും ഈ ശ്വാസം പോയി കഴിഞ്ഞാൽ ഇല്ല, അടുത്ത സെക്കൻഡ് ഒരു കടയിൽ നിന്ന് ഒരു ബക്കലിൽ നിന്ന് പാല് മേടിച്ചാൽ 3 ദിവസത്തെ എക്സ്പയറി ഉണ്ട്. നമുക്ക് 3 ദിവസത്തെ എക്സ്പയറി ഡേറ്റ് പോലും ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ എന്തിനാ ഈ രക്ഷ നമ്മൾ അമാന്തിക്കുന്നത്? സ്നാനം എന്തിനാ നീട്ടി വെക്കുന്നത്? കർത്താവിന് വേണ്ടി ഒരു ചുവട് വെക്കാൻ എന്താണ് നമ്മളെ പിന്നിലോട്ട് വലിക്കുന്ന കാര്യം? ഫറവോന്റെ അടുത്ത് മോശ പോയി പറഞ്ഞ് എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. ഫറവോൻ പറയാൻ ഞാൻ നാളെ അയക്കാം. എന്തിനു വേണ്ടിയാന്ന് പറഞ്ഞാൽ നാളെ അയക്കാം പറഞ്ഞാൽ അത്രയും സമയം കൊണ്ട് അവന് വർക്കൗട്ട് ചെയ്യാൻ പറ്റും ഇവരെ പിന്നിലോട്ട് വലിക്കാനുള്ള. അതുകൊണ്ട് ഈ രക്ഷ അമാന്തിച്ചവരാരും ഇങ്ങോട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവം പിന്നെയും വിളിക്കുക. ദൈവം സക്കായി വിളിച്ചു, സക്കായി എന്ന് വേഗം ഇറങ്ങി വാ. പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല. അവന് ഒന്നാമത് നീളം കുറവാ, അതിനിടയ്ക്ക് ഒരു മരത്തിന്റെ മണ്ടേ കയറി ഇരിക്കുക. അന്നേരം എങ്ങനെ ഇറങ്ങി വരും? അവരുടെ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദിസ്താശ പോലത്തെ സാധനം. പാൻറ്റൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഓടി വരായിരിക്കും. പക്ഷെ ഇതൊക്കെ ഇട്ടുകൊണ്ട് പക്ഷെ അവൻ വേഗത്തിൽ തിടുക്കത്തോടെ ഇറങ്ങി വന്നു. കാരണം he was responding to the call. ആ തിടുക്കം നമുക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് കർത്താവ് അന്ന് രാത്രി അവന്റെ വീട്ടിൽ താമസിച്ചു.
ഹല്ലേലൂയ. അന്ന് രാത്രി അവന്റെ ഭവനം വിടുവിക്കപ്പെട്ടു. സ്തോത്രം. കർത്താവ് വെറുതെ അല്ല വിളിക്കുന്നത്, നമ്മുടെ നിത്യത മുഴുവനും നമ്മുടെ കൂടെ കർത്താവ് കാണും. സ്തോത്രം. ആ നിത്യത കർത്താവിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാനാണ്. ഇന്ന് രാത്രിയിലെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. നിങ്ങൾ ഏതറ്റമേ ഏത് സ്റ്റേജിലായിരിക്കുന്നത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്ന ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ വിവേചിച്ച് സംസാരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും നിങ്ങളെ കൈക്കൊള്ളുവാൻ ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവര് നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ ലോകത്തിന് വേണ്ടി വളരെ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരെ, വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരെ എന്നാ കർത്താവ് വിളിക്കുക. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു ഹോപ്പുമില്ലാതെ ആമേൻ മുന്നോട്ട് അടുത്ത ചുവട് എങ്ങനെ വെക്കണമെന്ന് ആമേൻ മുന്നോട്ട് കുഴയുന്നവനാണോ നിങ്ങൾ? ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശു നിന്നെ വിളിക്കുക. ആമേൻ ഹല്ലേലൂയ. നീ എനിക്ക് വേണ്ടി നിന്റെ ഹൃദയം തുറന്നു തരുമോ എന്ന് കർത്താവ് നിന്റെ ഹൃദയത്തിന്റെ വാതിക്കെന്ന് മുട്ടുക. ഹല്ലേലൂയ. ജീസസ്. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ ഹൃദയം സമർപ്പിച്ചുകൊണ്ടായിരുന്നാട്ടെ. കർത്താവേ, നീ എന്നെ വിളിച്ചാൽ ഹല്ലേലൂയ ഞാൻ ഇറങ്ങി വരാൻ തയ്യാറാണ് കർത്താവേ. ഞാനിത് എന്നെ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഇവിടേക്ക് ഇറങ്ങി വരുമ്പോൾ ആമേൻ സ്വർഗത്തിലെ സകല മഹിമയും അവൻ വിട്ടിട്ട് ഹല്ലേലൂയ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ ഒന്ന് സ്വർഗത്തിലെ ഒരു മഹിമയും കർത്താവ് ഓർത്തില്ല. ആമേൻ ദൂതന്മാരിലുള്ള ആരാധന കർത്താവ് സ്വീകരിക്കണമെന്ന് വിചാരിച്ചില്ല. എല്ലാം മാറ്റി വെച്ചിട്ട് ആമേൻ ഒരു ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി ആമേൻ അവരൊരു ആമേൻ ഒരു സ്തോത്രം ഒരു മനുഷ്യ രൂപത്തിലായി കർത്താവ് ഇറങ്ങി വന്നു. അല്ലെങ്കിൽ ആ കർത്താവ് വിളിക്കുവാണ്, കുഞ്ഞെ നിനക്ക് വേണ്ടി ആമേൻ ആമേൻ എനിക്ക് വേണ്ടി നിന്റെ ഹൃദയം നീ വിട്ടുതരുമോ? നമ്മൾ എന്താണ് വെച്ചുകൊണ്ടിരിക്കും? കർത്താവ് സ്വർഗം പോലും വിട്ടുതരാൻ ആമേൻ വിട്ടുകളയാൻ അവൻ തയ്യാറായിരുന്നു. ആമേൻ നമ്മൾ വിട്ടുകളയാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള എന്തെങ്കിലും ആണ് നമ്മളെ ഹോൾഡ് ചെയ്യുന്നത്? ഹല്ലേലൂയ. നെവർ നെവർ നെവർ. കർത്താവിന് വേണ്ടി ഒരു ചുവടെടുക്കുവാൻ ഇനി അമാന്തിക്കരുത്. ഹല്ലേലൂയ. കർത്താവ് വരാറായി, കാഹളം ധ്വനിക്കാറായി. ആമേൻ. ഹല്ലേലൂയ. സുവിശേഷ കാഹളം കേട്ട ആമേൻ ദൈവസഭയെ തിരിച്ചു കൊണ്ടുപോകുവാൻ ആമേൻ മറ്റൊരു കാഹളം മുഴങ്ങാറായി. കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഈ വിളി കേട്ട് അതിന് റെസ്പോണ്ട് ചെയ്ത് ദൈവസഭയുടെ ഭാഗമായി കർത്താവിന്റെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുങ്ങി നിൽക്കുന്നവര് അവനോടുകൂടെ കല്യാണ സദ്യക്ക് എടുക്കപ്പെടും. ആമേൻ. പിന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആമേൻ പിന്നെ സമയം താമസിച്ചു പോയി. നോഹയുടെ പെട്ടകത്തിന്റെ വാതിൽ ദൈവം അടച്ചു. അതിനുശേഷം മഴ തുടങ്ങി, പ്രളയം തുടങ്ങിയപ്പോൾ ആമേൻ അതുവരെ പരിഹസിച്ചവര് വാതിക്കന്ന് മുട്ടി. പക്ഷേ ആർക്കും തുറന്നു കൊടുക്കാൻ കഴിഞ്ഞില്ല. അവരെല്ലാവരും ആ വെള്ളത്തിൽ മുങ്ങി നശിച്ചു പോയി. ആമേൻ. റെസ്പോണ്ട് ചെയ്യേണ്ട സമയം ഇതാണ്. ഇതാകുന്നു രക്ഷാ ദിവസം. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ആമേൻ. ഇന്ന് രാത്രി ആര് ഹൃദയം തുറന്നു കൊടുക്കും? ആമേൻ. ഇന്ന് രാത്രി കർത്താവ് നിന്റെ ഹൃദയത്തിന്റെ വാതിൽ നിന്ന് മുട്ടുന്നു. ആമേൻ. കുഞ്ഞെ, മകനെ, മകളെ, നിന്റെ ഹൃദയം നീ എനിക്ക് വേണ്ടി തുറന്നു തരുമോ? ഞാൻ നിന്റെ അകത്ത് കടന്നുവന്ന് ഞാൻ നിന്നെ രൂപാന്തരം വരുത്താം. അല്ല, ഞാൻ നിന്നിൽ ചേഞ്ച് വരുത്താം. ഞാൻ നിന്നെ വ്യത്യസ്തരാക്കി തീർക്കാം. ഞാൻ നിന്നെ എന്റെ പൈതലാക്കി തീർക്കാം. സ്വർഗരാജ്യത്തിന്റെ അവകാശിയാക്കി ഞാൻ നിന്നെ തീർക്കാം. കുടരതര ശന്തനാദരാധന ആമേൻ. പിന്നിലോട്ട് വലിക്കുന്ന എല്ലാ ശക്തികളെയും, എല്ലാ പാരമ്പര്യത്തിന്റെ പോരുകളെയും, എല്ലാ പൗരോഹിത്യ ബന്ധനങ്ങളെയും, ഇരുട്ടിന്റെ എല്ലാ വ്യാപാരങ്ങളെയും നസ്രനായ യേശുവിന്റെ നാമത്തില് ഈ രാത്രി അങ്ങനെ ദാസന്മാരായി ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തില് ആമേൻ അതിനെ ആയുസ് വിടുകയാണ്. രക്തത്താൽ അതിന്റെ മേൽ ജയമെടുക്കുകയാണ്. ആമേൻ. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. ആമേൻ. പിന്നിലോട്ട് വലിക്കുന്ന എല്ലാ ഫറവോനിയ ശക്തികളെയും ആമേൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ജനത്തെ സ്തോത്രം ആമേൻ സ്വതന്ത്രമാക്കുക. യേശുവിന്റെ നാമത്തിൽ ജയം ജയം ജയം. ഈ രാത്രിയിൽ പിന്നെയും ഹല്ലേലൂയ ഈ വചനം നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കട്ടെ. കേട്ട് മറന്നു കളയല്ല. നമ്മൾ ആദ്യമേ സ്തോത്രം ആമേൻ പ്രാർത്ഥനയിലൂടെ വചനത്തിലൂടെ കേട്ടല്ലോ. വചനം കേട്ടിട്ട് തങ്ങളെ തന്നെ ചതിക്കാതെ ആമേൻ അതിനെ ചെയ്യുന്നവരായി തീരുവാൻ ഹല്ലേലൂയ ഈ രാത്രി ദൈവം നമ്മളെ സഹായിക്കട്ടെ. സമയം അനുവദിച്ച ആമേൻ ദൈവദാസന്മാരോടും ഇത്ര നേരം എന്നെ ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാ ദൈവജനത്തോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലിരുന്നുകൊള്ളു. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യ